അനുഗ്രഹീതമായ കൂടിവരവിനായി ദൈവത്തെ സ്തുതിക്കുന്നു. इस अनुग्रहित समय के लिए मैं प्रभु को धन्यवाद देना चाहता हूँ. സ്നേഹവും ബഹുമാനമുള്ള ബാബുച്ചായന്, പ്രിയപ്പെട്ട ജോൺസൺ ചായന്, കുരുവിള സാറ്, കുട്ടി സഹോദരങ്ങൾ, കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. बाबूचार उनके साथियों को और खास करके यहाँ पर जमा हुए सारे संतों के लिए मैं प्रभु को धन्यवाद देना चाहता हूँ. ബൈബിൾ സ്കൂളിലെ കുഞ്ഞുങ്ങളും സ്കിൽസിലെ കുഞ്ഞുങ്ങളും കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. बाइबल कॉलेज के छात्र और स्किल्स के भी छात्र हमारे बीच में हैं. बहुत खुशी है. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇങ്ങനെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ കടന്നു വന്നതാണ്. 25 साल पहले मैं भी यहाँ पर एक स्टूडेंट के रूप में यहाँ पर आया था. ഇന്ന് നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കത്തക്ക നിലവാരത്തിൽ ദൈവം എന്നെ കൊണ്ടുവരുവാനിടയായി. और प्रभु ने मदद की कि मैं आप लोगों के बीच में खड़े होकर प्रचार कर सकता हूँ. प्रभु ने मदद की. അതുകൊണ്ട് നിങ്ങൾക്കും വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ട്. इसका मतलब यह है कि उम्मीद मत खोना. बहुत ഞങ്ങളെക്കാളും വലിയ നിലയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാനൊക്കും. हमसे भी कहीं बढ़ करके आप भी प्रचारक बन जाए. അതിന് പറ്റിയ ഒരു സ്ഥലത്താണ് നിങ്ങൾ आप एक सही और बड़ी उचित जगह पर आए हुए हैं. അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ മിനിറ്റും വിലയേറിയതായി എണ്ണി ദൈവത്തിന്റെ പാദാന്തികത്തിൽ സമയം ചെലവഴിച്ചാൽ ദൈവം അത്ഭുതകരമായി നിങ്ങളെ इसलिए ഉപയോഗിക്കും. जो भी अवसर मिले हर एक क्षण को परमेश्वर के चरणों पर बैठ करके उपयोग करें. प्रभु आपका उपयोग करेगा. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. बहुत अच्छी अच्छी बातें मेरे बारे में बताई गई. എല്ലാം ദൈവത്തിന്റെ കരുണയാണ്. ये सब कुछ प्रभु की दया है. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരുടെ പ്രാർത്ഥന, ദേവദാസന്മാരുടെ കൈത്താങ്ങൽ, സ്നേഹം, मेरे साथी लोगों की प्रार्थना, उनका प्रेम और उनकी करुणा. ഞാൻ ഈ ക്യാമ്പസിൽ വന്നിട്ട് തിരിച്ചു പോകണമെന്ന് ചിന്തിച്ച് പോകാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. मैं एक ऐसा व्यक्ति हूँ जब यहाँ इस कैंपस में छात्र के रूप में आने के बाद मैंने जाने की कोशिश की थी. എന്നാൽ അന്ന് ഞാൻ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ജോൺസൺ ചാൻ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. लेकिन वहाँ वापस न जाने का एक कारण हमारे जो कोशी जॉनसन है, उन्होंने मेरी ओर देख करके मुस्कुराहट बिखेर दी. അദ്ദേഹത്തിന് എന്നെ അറിയത്തില്ല. वो मुझको जानते नहीं थे. നല്ല ചിരിക്കകത്ത് ഒരുപാട് അർത്ഥവും ആഴവും ഉണ്ടായിരുന്നു. लेकिन उनकी उस मुस्कुराहट में बहुत गहराई थी. ഇതുപോലെ അനേക ദൈവദാസന്മാരുടെ സ്നേഹവും പ്രാർത്ഥനയും, ऐसे कई लोगों की प्रार्थना और स्नेह. പല ആവർത്തി ബാബുച്ചാന്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ടുണ്ട്. कितने बार मैंने बाबूचान के सामने घुटने टेक दिए. എന്നാൽ ഒരിക്കലും നിരാശപ്പെടാതെ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചിട്ടുണ്ട്. लेकिन कभी भी निराश नहीं किया. हाथों को दे करके मुझे सहारा दिया. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കും. सारी आदर और महिमा प्रभु को ही मिले. ഉത്തമഗീതം പുസ്തകം 2-ാമത്തെ അധ്യായം 4-ാം തിരുവചനം. श्रेष्ठ गीत उसका 2रा अध्याय उसका 4था आयत. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. वह मुझे मैखाने में ले गया, उसके प्रेम की ध्वजा मुझ पर लहरा उठी. പ്രാർത്ഥിക്കാം. കർത്താവേ, आइए हम प्रार्थना करें. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. हे प्रभु, आपकी विश्वस्तता के लिए धन्यवाद. ദൈവജനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. प्रभु अपने वचन से हमें आशीष दे. ഒരു പടി കൂടെ കർത്താവിനോട് അടുക്കാൻ സഹായിക്കണമേ. प्रभु जी, एक कदम और आपकी ओर बढ़ने के लिए मदद कर. അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ, हमें आपके प्रेम की गहराई को समझना चाहते हैं. ഒരു പടി കൂടെ ആഴത്തിൽ അങ്ങേ സ്നേഹിപ്പാൻ, एक और गहराई का प्रेम से आपसे प्रेम करना चाहते हैं. ഞങ്ങൾക്ക് കൃപ നൽകണമേ. प्रभु जी, हमें कृपा प्रदान कर. വചനത്താൽ അനുഗ്രഹിക്കണമേ. वचन से हम अनुग्रह से भर दे. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ यीशु के नाम से मांगता है. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് हाथों സ്തോത്രം को ചെയ്യുന്നു. उठाकर प्रभु को धन्यवाद दें. പഴയ നിയമ കാലഘട്ടത്തിൽ യഹൂദ സഭയിൽ അവരുടെ 5-ാമത് മാസമായ വിലാപ മാസത്തിൽ അവർ വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമായിരുന്നു. यहूदा के समय में, अपने पुराने समय में 5वें महीने में विलाप के गीतों को वो गाया करते थे. ദൈവജനം ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ രൂത്തിന്റെ പുസ്തകം വായിച്ചു കൊണ്ടുപോയി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. इतिहासकार ऐसा कहते हैं, जब वे अपने प्रवास काल में गए, रूत की किताब को पढ़ते हुए गए थे. എന്നാൽ ശലോമോൻ രാജാവ് ഉത്തമഗീതം എഴുതിയതിന് ശേഷമുള്ള എല്ലാ പെസഹ പെരുന്നാളുകൾക്കും മുടക്കം കൂടാതെ ഉത്തമഗീതം പുസ്തകം വായിച്ചിരുന്നു. लेकिन फसह के पर्व के बाद में लगातार सुलेमान के द्वारा लिखा हुआ यह श्रेष्ठ गीत गाया जाता था. പെസഹ വീണ്ടെടുപ്പിനെ കുറിക്കുന്ന ഉത്സവമായിരുന്നല്ലോ. और ये पुनः प्राप्त करने का फसह का त्योहार मनाया जाता है. അപ്പോൾ ഉത്തമഗീതം പുസ്തകത്തിനകത്ത് വീണ്ടെടുപ്പിന്റെ ഒരു ചുവപ്പ് നൂൽ അല്ലെങ്കിൽ മണവാളനായ യേശുക്രിസ്തുവും
മണവാട്ടി സഭയും തമ്മിലുള്ള ആഴമായ സ്നേഹബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആശയങ്ങളുണ്ട്. और इस किताब के अंदर प्रभु यीशु मसीह जो दुल्हा है और उसकी कलीसिया जो है दुल्हन, उसके गहरे प्रेम को अर्थपूर्ण करती है. ധാരാളം പാട്ടുകൾ ബൈബിളിനകത്തുണ്ട്. बहुत से गीत इसमें लिखे हुए हैं. മോശയുടെ പാട്ടുണ്ട്, ദെബോരയുടെ പാട്ടുണ്ട്, ദാവീദിന്റെയും ആസാബിന്റെയും ഒക്കെ പാട്ടുകളുണ്ട്. मूसा के गीत हैं, दबोरा के गीत हैं और कई लोगों के गीत इसके अंदर उद्धरित हैं. എന്നാൽ ഉത്തമ ഗീതം എന്നുള്ള ഒരു ടൈറ്റിൽ വീണിരിക്കുന്നത് ഈ പുസ്തകത്തിനാണ്. लेकिन इस किताब में ही श्रेष्ठ गीत नाम का एक विषय लिखा हुआ है. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. ये बहुत ही प्रधानता इस किताब में है. ഇതിന്റെ പശ്ചാത്തലം തന്നെ 2-3 തരത്തിൽ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുണ്ട്. और इसके व्याख्यान करने वालों ने 2-3 तरीकों से लिखा है. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിന് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ लेकिन हम ആഗ്രഹിക്കുന്നു. जिसको पचा सकते हैं उसका भी एक अवतरण है. സലോമോൻ രാജാവിന് യെരുശലേമിൽ കൊട്ടാരം ഉണ്ടായിരുന്നത് പോലെ ലെബാനോനിൽ ഒരു വനഗ്രഹം ഉണ്ടായിരുന്നു. जैसा सुलेमान के पास में एक बहुत बड़ा महल था, लबनोन में भी एक और जंगल में भी एक महल दूसरे का था. അദ്ദേഹം അതിന്റെ മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ യദൃച്ഛയ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ശൂലമി എന്ന പേരുള്ള ഒരു ഇടയപ്പെൺകുട്ടിയെ കാണുകയാണ്. और वहां पर भेड़ों को चराती हुई शूलेम नाम की एक कन्या से मुलाकात हुई. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഏകദേശം 700ഓളം കുലീനപത്നികളും 300 വെപ്പാട്ടികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. हम जानते हैं कि 700 रानियां थी और 300 रखेलियां भी थी. बहुत सारी महिलाओं से वो संबंध थे. എന്നാൽ അവരിൽ ആരിലും കാണാത്ത എന്തൊക്കെയോ പ്രത്യേകത കേദാർ കൂടാരം പോലെ ഇരുണ്ട നിറത്തോടു കൂടിയ ശൂലമിയിൽ ശലോമോൻ രാജാവ് കാണുകയാണ്. लेकिन राजा सुलेमान ने इस महिला की इस कन्या के साथ में एक विशेषता देखी जो और किसी में नहीं थी. ആ പെൺകുട്ടിയെ വശീകരിക്കാനായി തന്റെ കൊട്ടാരത്തിൽ നിന്ന് പാട്ടുകാരികളെ ശലോമോൻ രാജാവ് പറഞ്ഞു. सुलेमान राजा ने इसको अपनी ओर करने के लिए गीतकारों को भेजा. അവർ ചെന്ന് ഈ പെൺകുട്ടിയുടെ ചുറ്റും വട്ടമിട്ട് നിന്ന് ശലോമോൻ രാജാവിന്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് അക്കമിട്ട് പാട്ടുപാടി വശീകരിക്കാൻ ശ്രമിച്ചു. और इस कन्या के सामने इनके गीतकारों ने जाकर के नाचते हुए गीतों को गाया कि इसको आकर्षित करें. ശലോമോന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ജ്ഞാനത്തിനെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമൊക്കെ ഇടതടവില്ലാതെ അവർ പാട്ടുപാടി കേൾപ്പിച്ചെങ്കിലും ഈ ശൂലമിയുടെ ഹൃദയം കവരുവാൻ ശലോമോൻ രാജാവിന് കഴിഞ്ഞില്ല. इसके चारों ओर खड़े होकर के सुलेमान की खूबसूरती के विषय में, धन के विषय में, ज्ञान के विषय में बहुत गाया, लेकिन इस कन्या के हृदय को वो नहीं छेड़ पाए. അദ്ദേഹം രണ്ടാമത് തന്റെ സൈന്യത്തിലെ ശക്തന്മാരായ പടയാളികളെ ചേർത്ത് ആ ലെബാനോൻ കുന്നിലേക്ക് ഒരു മാർച്ച് നടത്തി. और उसके बाद जब ऐसा नहीं कर पाए तो अपने सैनिकों को लबानोन की उस पहाड़ियों में भेजा. അവർ പടച്ചട്ടകളൊക്കെ ധരിച്ച് ഉരുക്കു തൊപ്പി ധരിച്ച് പ്രഭാതത്തിൽ നടന്നു പോകുമ്പോൾ ഉദയസൂര്യന്റെ ശോഭ ഇവരുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും ഒക്കെ വന്നടിച്ച് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. और ऐसा लिखा गया है कि जब ये सुबह के समय में अपने मार्च की ओर जुलूस के समान जाते थे तो सुबह की रोशनी इनके कपड़ों पर चमकती थी. ഈ മനോഹരമായ കാഴ്ച ശൂലമി കണ്ടു. ये सब खूबसूरत बातें शुलेमी ने देखा. ശലോമോൻ രാജാവ് സൈന്യത്തിന്റെ അധിപനാണെന്ന് മനസ്സിലാക്കി. जब उसको समझ में भी आ गया कि सुलेमान राजा वहां का सबसे सेनापति है, എങ്കിലും അല്പം പോലും സ്നേഹം ശൂലമിക്ക് ശലോമോൻ രാജാവിനോട് തോന്നുന്നില്ല. लेकिन फिर भी उसका प्रेम सुलेमान राजा की ओर नहीं है. ഒടുവിൽ അദ്ദേഹം ഈ പെൺകുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ ശലോമോന്റെ തിരശീലകൾ, ശലോമോന്റെ പല്ലക്ക്, ശ്രേഷ്ഠമായ കാര്യങ്ങൾ കാണിച്ച് വശീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും ശലോമോൻ രാജാവ് പരാജയപ്പെട്ടു. लेकिन अंत में वो उसको अपने राजा के अपने महल में ला करके अपने उसकी भव्यता को सब कुछ दिखा करके आकर्षित करना चाहा. ഉത്തമഗീത പുസ്തകം 1-ാമത്തെ അധ്യായം പ്രാരംഭ ഭാഗത്തിൽ ഈ പെൺകുട്ടിയെ മറ്റുള്ളവരുടെ നടുവിൽ വെച്ച് വിവാഹം കഴിക്കാം എന്നുള്ള ചിന്തയോടുകൂടെ ശലോമോൻ നിൽക്കുന്ന ഒരു സീനാണ്. और यहाँ पर सुलेमान अपने लोगों के बीच में इस महिला से विवाह करना चाहता था, उसकी एक कहानी. എന്നാൽ പൊടുന്നനവേ ശൂലമി വിളിച്ചു പറഞ്ഞു, लेकिन इस महिला ने पुकार करके कहा, എന്റെ പ്രിയൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, मेरा प्रिय मुझे मेरा चुंबन करे. എന്റെ പ്രിയന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. और जैसा कन्याएं तुम्हें स्नेह करती है वैसा ही तुम्हारे पास प्रेम हो. പ്രിയനെ നീ എന്നെ വലിച്ചു കൊണ്ടുപോകാ, നാം ഇവിടെ വിട്ട് ഓടിപ്പോകാ. मैं कहाँ जाऊं, मैं तुमसे छोड़ करके भाग कर जा सकती. ഈ വാക്കുകൾ ശലോമോൻ രാജാവ് കേട്ടപ്പോൾ മനസ്സിലായി ഇവളെ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. तब उसको समझ में आ गया कि इस कन्या को यहाँ रखने से भी फायदा नहीं है. ശൂലമിയോട് ചോദിച്ചു, കുഞ്ഞേ
നീ ഇത്ര കടുകട്ടിയായ തീരുമാനമെടുത്ത് നിൽക്കാനുള്ള കാരണമെന്നാ? उस सुलेमान से पूछा तुमने इतना कठोर निर्णय अपने जीवन में क्यों किया है? ആ പെൺകുട്ടി പറഞ്ഞു, രാജാവ് ക്ഷമിക്കണം, माफ करना मेरे राजा। ചില വർഷങ്ങൾക്ക് പുറകിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുമ്പോൾ जब मैं कुछ वर्षों पूर्व जब मैं भेड़ बकरियां चराया करता, എവിടെ നിന്നോ ഒരു ബാലസിംഹം എന്റെ ആടുകൾക്ക് നേരെ അലറിക്കൊണ്ട് വന്നു. कहीं पर एक शेर मेरे इन जानवरों को पर आक्रमण कर दिया। ഞാൻ ആടുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ ഹിംസ്രമൃഗം എന്റെ നേരെ തിരിഞ്ഞു. जब मैंने अपने जानवरों की रक्षा करने की चाही, वो जानवर मुझ पर आक्रमण कर दिया। ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. मैंने बहुत जोर से पुकार मचाई। എവിടെ നിന്നോ ഒരു ഇടയ ചെറുക്കൻ ഓടി വന്ന ഈ ബാലസിംഹവുമായി മൽപിടുത്തത്തിലായി. कहीं से एक चरवाहा दौड़ करके आकर के इस पर आक्रमण कर दिया। ഇടയന്റെ ശരീരം ആസകലം മുറിവേറ്റു. उसका शरीर चिथिर बिथिर हो गया। ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നു. वो बहुत जोर से चिल्ला रहा എപ്പോഴോ ഈ മൃഗം ഇടയനെ ഇട്ടേച്ച് ഓടി മറഞ്ഞു. और उस चिल्लाहट के बीच में से ही शायद ये जानवर छोड़ करके भाग गया। ഞാൻ ഓടി ഇടയന്റെ അടുക്കലേക്ക് ചെന്ന് मैं दौड़ करके उस चरवाहे के पास गई। ഇടയന്റെ രക്തം വാർന്നൊലിക്കുന്ന തലയെടുത്ത് എന്റെ മടിയിലേക്ക് വന്നു. मैंने उसके खून बहते हुए सिर को अपने गोद में रखा രക്തം പുരണ്ട അവന്റെ കയ്യിലേക്ക് എന്റെ കരം ചേർത്ത് വെച്ചിട്ട് और उसके रक्त से भरे हुए उस हाथ पर मैंने अपना हाथ ഞാൻ ഇങ്ങനെ പറഞ്ഞു, मैंने उससे ऐसा कहा, നിന്റെ ജീവനെ വിലയേറിയതായി എണ്ണാതെ तुमने अपने जीवन को बहुमूल्य ना समझा। എന്നെയും ആടുകളെയും രക്ഷിക്കാൻ ശ്രമിച്ചതുകൊണ്ട് तूने मेरे और मेरे इन भेड़ों की रखवाली की है। ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നീയുമായിട്ട് അത്ര എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. इसलिए अगर अब मैं जीना चाहूंगी तो केवल तुम्हारे साथ और किसी के साथ। അതുകൊണ്ട് രാജാവേ, इसलिए मेरे राजा, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാലും വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡീക സുഖങ്ങൾ എന്നെ എതിരേറ്റാലും സുന്ദരനായ എൻ്റെ പ്രിയനെ വിട്ട് നിന്റെ പുറകെ വരികയില്ല എന്നാണ് ശൂലമി പറഞ്ഞതിന്റെ അർത്ഥം. और इसका मतलब यह है कि उस कन्या ने कहा कि संसार का कोई भी वैभव, खूबसूरती या धन या प्रताप मुझको अब आकर्षित नहीं करेगा। मैं अपने उस पुरुष के साथ में ही रहूंगी। ഇതിനകത്ത് ഇടയ പെൺകുട്ടി മണവാട്ടി സഭയുടെ നിഴലാ. और यहाँ पर ये कन्या जो है वास्तव में कलीसिया का एक प्रतीक है। അഥവാ വീണ്ടെടുക്കപ്പെട്ട എന്റെയും നിന്റെയും നിഴലാണ് ശൂലമി. या दूसरे शब्दों में मुझको और आपको जो उद्धार प्राप्त लोग हैं उनके विषय में है। ഇതിനകത്തെ ശലോമോൻ ലോകത്തിന്റെ വശീകരണ ശക്തിയെ കാണിക്കുകയാണ്. सुलेमान जो है इस संसार के लोभ को दर्शाता है। ഇതിനകത്തെ ബാലസിംഹം പിശാചിന്റെ നിഴലായിട്ട് നിൽക്കുന്നു. इस कहानी का जो शेर है वो एक शैतान को नजर आता है। ശൂലമിയെ രക്ഷിച്ച ഇടയച്ചെറുക്കൻ മറ്റാരുമല്ല, നമ്മുടെ ശ്രേഷ്ഠ ഇടയനായ നസ്രയനായ യേശുവാണ്. उस कन्या को बचाने वाला और कोई नहीं, हमारा प्रभु यीशु मसीह स्वयं था। ഇവിടെ ശൂലമി അഥവാ മണവാട്ടി സഭ മണവാളനായ ക്രിസ്തുവിനെ 7 നിലകളിൽ ഉയർത്തുകയാണ്. यहाँ 7 अलग अलग रूपों में वो कलीसिया को उद्धृत करके उसको ऊंचा उठाती है। ഒന്നാം അധ്യായം 2-ാം തിരുവചനത്തിൽ पहले अध्याय के दूसरे आयत में എന്റെ പ്രിയന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. तुम्हारा नाम मानो उंडेला हुआ इत्र है, इसलिए कन्याएं तुमसे प्रेम അതിന്റെ करती हैं। 13-ാം തിരുവചനത്തിൽ उसके 13वें आयत में എന്റെ പ്രിയൻ സ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻകെട്ട് പോലെ ആകുന്നു. मेरा प्रियतम मेरे लिए लोबान की थैली है जो मेरे रोजों के बीच में लटकती है। 14-ാം തിരുവചനത്തിൽ 14वें आयत में എന്റെ പ്രിയൻ എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ ഇരിക്കുന്നു. मेरा प्रियतम मेरे लिए एनगेदी के अंगूर उद्यान में लहकती मेहंदी के फूलों के गुच्छों के समान। 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ दूसरे अध्याय के അവൻ ശാരോനിലെ പനിനീർ പുഷ്പമാണ്. और वो ऐसा लिखा है, वो वन वृक्षों में सेब के समान है। അതിന്റെ ബി പാർട്ടിൽ താഴ്വരയിലെ താമരപ്പൂവാണ്. और उसके बाद में वो लिखा है कि वो हमारे लिए एक कितना मीठा और स्वादिष्ट അതിന്റെ है। 3-ാം വാക്യത്തിൽ അവൻ കാട്ടുമരങ്ങൾക്കിടയിലെ നല്ല നാരകമാണ്. और वो वन वृक्षों में खूबसूरत सेब के समान है। 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ 5वें अध्याय के 10वें आयत में എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000ങ്ങളിൽ സുന്ദരനാകുന്നു. मेरा प्रियतम में तेज है, उसमें लालिमा है, वो हजारों में एक है। ഇങ്ങനെ 7 നിലകളിൽ മണവാട്ടി സഭ മണവാളനായ ക്രിസ്തുവിനെ ഉയർത്തുകയാണ്. इस प्रकार ये 7 तरीकों से परमेश्वर के कलीसिया अपने दुल्हे को ऊंचा उठा रही है। വാസ്തവത്തിൽ ഇന്ന് ഞാൻ വായിച്ച വാക്യം അത് കർത്താവിനെ കുറിച്ചുള്ളതല്ല. वास्तव में आज जो मैंने पढ़ा वो यीशु के बारे में नहीं था। അത് പണ്ഡിതന്മാർ പറയുന്നു ശലോമോൻ രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്നാ. ऐसे विद्वान कहते हैं वो तो सुलेमान राजा के विषय में लिखा गया है। എന്നാൽ ഇത്രയും നല്ലൊരു വാക്യം ശലോമോന് കൊടുക്കാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട് लेकिन ഞാൻ കർത്താവിനെ അവിടെ അങ്ങ് നിർത്തുക.
मैं इसलिए मैं इस खूबसूरत आयत को सुलेमान को नहीं देना चाहता, मैं प्रभु यीशु को ही देना चाहता हूँ। അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. वो अपने मैं खाने में मुझे ले गया എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി और जो प्रेम का ध्वज जो സ്നേഹമായിരുന്നു. वो प्रेम की ध्वजा थी। ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം സ്നേഹമെന്നല്ല, പ്രേമമെന്നുള്ളതാണ്. यहाँ पर स्नेह नहीं प्रेम शब्द लिखा है। ഏകദേശം 8 പ്രാവശ്യം ആവർത്തിച്ച് പ്രേമം 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 എന്ന് എഴുതിയിരിക്കുകയാണ്. करीब 8 बार लगातार प्रेम शब्द को दोहरा कर लिखा गया है। 8-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ 8वें अध्याय के 6वें तीसरे आयत में പ്രേമം മരണം പോലെ ബലമുള്ളതെന്ന് എഴുതിയിരിക്കുന്നു. और प्रेम जो है इतना बलवान है അതിന്റെ ജ്വലനം ഒരു ദിവ്യ ജ്വാല പോലെയാണ്. और ये एक ज्वाला के समान है। ये ഏറിയ വെള്ളങ്ങൾക്ക് അതിനെ കെടുത്തുവാൻ പ്രാപ്തിയില്ല. गहरा पानी भी इसको सुखा ഒരു नहीं നദിക്ക് सकता। പോലും അതിനെ മുക്കുവാൻ കഴിയുകയില്ല. कोई भी नदी इसको बुझा नहीं सकती। ഒരു മനുഷ്യൻ തന്റെ കയ്യിലുള്ള ധനം മുഴുവനും ചെലവിട്ടാലും ഈ പറയുന്ന ദിവ്യമായ പ്രേമം കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. कोई व्यक्ति कितना भी धन इसके बारे में खर्चा करे फिर भी आपको शायद ये प्रेम कभी प्राप्त ना हो। അപ്പോൾ ഇതിനകത്തെ കേന്ദ്ര വിഷയം നസ്രയനായ യേശുക്രിസ്തുവും ദൈവമക്കളും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധമാണ്. यहाँ पर प्रभु यीशु मसीह और उनकी संतानों के बीच में वो एक उत्साहित प्रेम के विषय में है। ഇന്ന് പകൽ ഈ ദൈവവചനം പങ്കിടുമ്പോൾ ഒരൊറ്റ കൊതി കൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തിൽ കൈവച്ചത്. आज मैं यहाँ पर वचन सुनाने के बीच में मेरा एकमात्र आग्रह यही है, ഇന്ന് വരെ സ്നേഹിച്ചതിനേക്കാൾ ഒരു പടി കൂടെ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാനിടയായി. आज अभी तक मैंने अपने प्रभु से जितना प्रेम किया है एक कदम और बढ़कर उससे प्रेम करने वाला बनूं। പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. पिता परमेश्वर हमसे प्रेम करता है। പുത്രനായ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. पुत्र यीशु मसीह हमसे प्रेम करता है। പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ സ്നേഹിക്കുന്നു. पवित्र आत्मा परमेश्वर हमसे प्रेम ആ करता है। സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കളാണ് ഇന്ന് ഇവിടെ यहाँ കൂടിയിരിക്കുന്നത്. पर बैठे हुए लोग उस प्रेम को समझते हैं। ഈ കാലഘട്ടത്തിൽ ഞാൻ തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത കുറച്ചുകൂടി ആത്മശക്തി പ്രാപിക്കണം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം എന്നുള്ളതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. मुझको ऐसा लगता है कि मैंने कई बार उलट पलट करके कई बातों को देखा। आत्मा की शक्ति से बढ़कर मैं आज प्रभु से थोड़ा सा और ആത്മശക്തി प्रेम करना ആവശ്യമില്ല എന്നല്ല, ആത്മശക്തി ആവശ്യമില്ലെന്നല്ല. चाहता हूं। मैं ये नहीं कहता कि आत्मा की शक्ति नहीं चाहिए। ഈ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിയാൽ, अगर इस प्रभु से अगर सच्चा प्रेम अगर हो जाए, ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഇറങ്ങിയാൽ, अगर उस प्रेम की गहराई में उतर जाए, നമ്മൾ ഇന്ന് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് ബഹുദൂരം മുന്നിലോട്ട് പോകും. आज के इस अनुभव से कहीं परे हम निकल सकते हैं। അപ്പോൾ ഈ നിബന്ധന കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ ഭിക്ഷക്കാരെ പോലെ കർത്താവിന്റെ പുറകെ നടക്കുന്നത്. इस बात को हम गाड़ करके भिखारी के समान प्रभु के पीछे भटकते हैं। യേശുവിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നായി തീർന്നിട്ടുള്ള ഒരു ചലനം. एक ऐसा जहां यीशु की आत्मा और हमारी आत्मा एक हो जाए, അപ്പോസ്തലന്റെ ഭാഷ്യമാണ്. ये पौलुस का कहना, प्रेरितों का कहा। അപ്പോൾ ആ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കണം. इसलिए वो विचार हमारे अंदर आ जाएं। ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസിയായിരുന്നു പ്രാർത്ഥന മറിയാമ്മച്ചി, ചിലർക്കറിയാം. एक प्रार्थना मरियमा आंटी जो थी, मैं उनसे बहुत प्रेम करता था। തിരുവനന്തപുരം പട്ടണത്തിൽ ശക്തമായി ശുശ്രൂഷ ചെയ്ത ഒരു ദൈവത്തിന്റെ ദാസിയാണ്. ट्रिवांड्रम में बहुत अधिक उन्होंने सेवा की है। അവരുടെ ശുശ്രൂഷയുടെ ആഴം പഠിച്ചാൽ തീരത്തില്ല. ചില കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ പേഴ്സണലായിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. अपने मरने के पहले भी बहुत बातें उन्होंने कही थी, कुछ व्यक्तिगत बातें जो बहुत समझ के भी परे। പൊതുവേദികളിലൊന്നും അവരധികം പറഞ്ഞിട്ടില്ല. साधारण सार्वजनिक जगहों में उन्होंने ये सब नहीं कहा। രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്, അനേകർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, അനേകർ വിശ്വാസത്തിൽ ബലപ്പെട്ടിട്ടുണ്ട്. कई लोग चंगे हुए, कई लोग पुनः लौट करके आए, कई बातें उनके जीवन में हुई। ഒരു 10-12 വർഷം ഒരുമിച്ച് ഞങ്ങൾ കൂട്ടായ്മ കൂടി എല്ലാ ചൊവ്വാഴ്ചയും. करीब 10-12 साल हम एक साथ हर मंगलवार को मिलते थे। മർത്തോമാക്കാരി അമ്മച്ചിയാണ്. मर्थोमा की थी। അമ്മച്ചി സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കും. जब वो गवाही देने के लिए खड़ी होती थी, ചട്ടയും മുണ്ടുകൊടുത്ത് അമ്മച്ചിയാണ് തുണി അങ്ങോട്ട് തലയിലോട്ട് മൂടിയ മുഖം പോലും കാണുകയില്ല. वो ऐसे परिधान उनके थे कि केरला का जो पुराने समय का था, उनका चेहरा तक आप नहीं देख सकते। ചെറിയ വിറയലോട് അമ്മച്ചി ഇങ്ങനെ പറയും, बड़े कांपते हुए स्वर के साथ वो कहती हैं, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. जैसा मेरे प्रभु ने मुझसे प्रेम किया, दुनिया में आज तक ऐसा प्रेम किसी ने नहीं ഈ दर्शाया। കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ തിരിച്ച് കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു കൃപ തരണേ.
जैसा प्रेम मेरे प्रभु ने मुझसे किया वैसा ही प्रेम मैं अपने प्रभु से करना चाहती हूँ, उसके लिए मुझे कृपा चाहिए। രണ്ടാമതൊരു കാര്യം സാക്ഷ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. मैंने दोबारा और कोई गवाही उनके मुंह से नहीं सुनी। അതിനകത്തെല്ലാം ഉണ്ട്. उसके अंदर सब कुछ है। അവരുടെ ജീവിതത്തിന്റെ ആഴമെന്ന് വെച്ചാൽ അന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിപ്പോണം. उनके जीवन का आग्रह यही है कि तुम सुसमाचार सुनाओ। ഗ്യാസ് സ്റ്റവും ഓവനും ഒന്നും ഇല്ലാത്ത കാലം. ऐसा समय था जब वहां घरों में चूल्हे, गैस का चूल्हा नहीं, പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടും രാവിലെ. बच्चों को भेज देती थी स्कूल। പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോകും. कई जगह सुसमाचार सुनाने जाती थी। അങ്ങോട്ട് അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കും കഞ്ഞിക്ക്. और इसलिए पानी डाल करके चहर उबालती थी चूल्हे में, അതിലുള്ള അരി അങ്ങോട്ടിടും. उसमें चावल डाल देती थी। ആ തീ അങ്ങോട്ട് ആളി കത്തുമ്പോൾ അവിടെ നിന്ന് തലയിൽ തുണിയിട്ട് കൈവലിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. और वो जब पानी उबलता था चावल डाल करके प्रार्थना करती थी। കർത്താവ് ഇതിന്റെ പുറകെ നിന്ന് സുവിശേഷം പറയാൻ പോകും, എനിക്ക് സമയമില്ല, വരുമ്പോൾ അരി പാകത്തിന് വെന്ത് കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയാൽ ആര് വിറക് നീക്കിയെന്ന് അറിയത്തില്ല, അരി വെന്ത് കിടക്കും. और ये बोलती थी कि हे प्रभु, अगर मैं इसके पीछे लगी रहूं तो मैं कब सुसमाचार सुनाई जाऊंगी, इसलिए इसको ऐसा कर दो कि मैं सही समय पर ये पक जाए। കുഞ്ഞെ, ഇങ്ങനെ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ഭക്തന്മാർ പാർത്ത കേരളത്തിലെ മണ്ണിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. मैं और आप ऐसी जन्म भूमि में है, ऐसी भूमि में है जहां ऐसे लोग भी जिंदा थे। ലോകം മാറിയതുകൊണ്ടോ കാലം മാറിയതുകൊണ്ടോ ദൈവശാസ്ത്രത്തിന് മാറ്റം വന്നതുകൊണ്ടോ ദൈവം മരിച്ചിട്ടില്ല, ദൈവസ്നേഹത്തിന്റെ ആഴവും നഷ്ടപ്പെടുകയില്ല. जमाना बदल गया, युग बदल गया, समय बदल गया, लेकिन परमेश्वर का वचन और उसकी गहराई आज तक नहीं बदली। കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങാൻ മനസ്സുണ്ടോ, ഇന്നും ജീവിതം അനുഗ്രഹകരമായി തീരും. अगर प्रभु के प्रेम की उस गहराई को छूना चाहते हो तो अनुग्रह से तुम्हारा जीवन भी भर जाएगा। റിച്ചാർഡ് ഉംബ്രാൻഡ് കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്നപ്പോൾ रिचर्ड उमरान जो थे जेल में रहने के बाद कुछ समय बाद बाहर जब आए, ആദ്യമായിട്ട് മിഖായേൽ ഉംബ്രാൻഡിനെ കാണുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ കാണുക. वर्षों के बाद वो मिखाइल से मिले, अपने बेटे से। അപ്പന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, उसका पहला प्रश्न था, മോനെ, ഇത്രയും വർഷത്തിന്റെ നടുവിൽ എന്റെ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ സ്നേഹം എന്തുമാത്രം വർധനവ് പ്രാപിച്ചു? उनसे पूछा, बच्चे इतने सालों के मिलने के बाद बेटे तुम्हारा जीवन प्रभु के प्रेम में कितना बढ़ चुका है। ഇങ്ങനെയൊക്കെ ജീവിച്ച ദൈവമക്കളുണ്ടായിരുന്നു. ऐसे लोग भी इस संसार में जीवित थे। അതുകൊണ്ട് നമുക്കിവിടെ ഇരുന്ന് കൊതിക്കാം, കർത്താവേ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകണം. इसलिए यहाँ पर बैठे हुए हर एक व्यक्ति के जीवन में ये आग्रह बन जाए, ऐसा प्रेम, गहराई का प्रेम चाहिए। ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നവരാ, हम सब प्रभु से प्रेम तो करते हैं, കർത്താവിനെ അനുധാവനം ചെയ്യുന്നവരാ. हम प्रभु से प्रेम करने वाले हैं, എൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്. लेकिन ചെക്ക് ലിസ്റ്റ്. हम एक सूची बना रहे जा रहे हैं जहां सब कुछ जांच होगी। നമ്മൾ യഥാർത്ഥമായി കർത്താവിനെ അനുധാവനം ചെയ്യുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? वास्तव में क्या मैं अपने प्रभु से प्रेम करता हूं? വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നാണ് ഞാൻ ആശയം കൊണ്ടുവരുന്നത്. मैं जानता हूं कि मैं विभिन्न पृष्ठभूमि से इस बात को कह रहा हूं। ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ उत्पत्ति के 22वें अध्याय में ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ എനിക്കായി യാഗം കഴിക്കണം. परमेश्वर ने जो अब्राहम जिससे बहुत प्रेम करता था उससे कहा, जिस बच्चे से तू प्रेम करता है उसे मुझे सौंप। ഏത് പ്രവൃത്തിയുടെയും ആരംഭം നമ്മുടെ മനസ്സിൽ തുടങ്ങുക. कौन सा काम जो दिल के अंदर में हमारे अंदर से पैदा होगा। അങ്ങനെ ചിന്തിച്ചാൽ അബ്രഹാമിന്റെ മനസ്സിൽ ഇസഹാക്ക് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. मतलब यह है कि उसके अंदर में ही इसहाक की मृत्यु हो चुकी है। അതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നീട് वही तो उसी समय से ये घटने लगा। അവിടെ നിന്ന് ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. वहां से अगर हम अपने आप से एक प्रश्न पूछें, നമുക്ക് പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. हम कहने के लिए तो हमारे पास बहुत ഉയർച്ചകളുടെ കാര്യം പറയാനുണ്ട്, हम कितना സൗഖ്യത്തിന്റെ കാര്യം പറയാനുണ്ട്, हमें कितना सब എല്ലാം ശരിയാണ്, चंगाई के बारे में हम എല്ലാം നല്ലതുമാണ്. ये सही बात है। എന്നാൽ 20 വർഷത്തെ 30 വർഷത്തെ 50 വർഷത്തെ ആത്മീക അനുഭവമുള്ള നമ്മളോടൊരു ചോദ്യം ചോദിക്കണം, ഈ 50 വർഷം കൊണ്ട് കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? लेकिन मैं आपसे पूछना चाहता हूं, 20, 30, 50 साल से आप प्रभु के साथ में पीछे हैं, आपने प्रभु के लिए अपने आप को कितना नष्ट किया? മറ്റേ കാര്യങ്ങൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പറയുന്നതാ, बाकी बातें तो दूसरे मत के लोग भी कहते हैं। എന്നാൽ എൻ്റെ ആത്മീക ജീവിതത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ യേശുവിനെ പ്രതി കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്നോ, എൻ്റെ ധനം കുറച്ച് കർത്താവിന് വേണ്ടി ചെലവിട്ടെന്നോ, എൻ്റെ തലമുറയുടെ ചില നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെലവിട്ടെന്നോ നഷ്ടപ്പെട്ടെന്നോ പറയാൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या आपके लिए कुछ कहने को है?
कि हाँ, परमेश्वर की राज्य की सेवकाई के कारण आपने अपना शरीर, आपने अपना धन, आपने अपनी पीढ़ी खो दी, क्या आप कह सकते हैं? ഒരുപക്ഷെ ലഭിക്കാമായിരുന്ന പ്രൊമോഷൻ, हो सकता है जो आपको उन्नत जो पद मिलना था, കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാമായിരുന്ന അല്പം കൂടെ മെച്ചപ്പെട്ട എഡ്യൂക്കേഷൻ, बच्चों का जो शिक्षा थी जो बेहतर हो सकता था, ഒരുപക്ഷെ സോഷ്യൽ സ്റ്റേറ്റസ്. हो सकता है सामाजिक प्रतिष्ठा. ശാന്തമായിട്ട് ചിന്തിച്ചാൽ മതി. आप बड़े चुपचाप आप सोच करके देखिए. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, मैं परमेश्वर से प्रेम तो करता हूं, എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? क्या परमेश्वर के लिए मैंने कुछ सहा है, कुछ घाटा सहा है? എമി കാർമൈക്കിൾ ചോദിച്ചതുപോലെ, एमी कार्माइकल, നീ കർത്താവിനെ അനുധാവനം ചെയ്യുന്നു, तुम प्रभु से प्रेम तो करते then हो, where is the scars? तुम्हारे दाग कहाँ हैं? കർത്താവിനെ പിന്തുടരുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി നീ അനുഭവിച്ച പങ്കപ്പാടുകൾ എന്ത് ചെയ്യും? अगर तुम प्रभु के पीछे चलने वाले हो तो वो प्रभु के दाग कहाँ हैं तुम्हारे शरीर में? നമ്മുടെ ചിന്താഗതികൾക്കൊരു വ്യത്യാസം വരട്ടെ. हमारे विचारों में एक परिवर्तन होना चाहिए. നമ്മൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? हम क्या प्रचार करते हैं अपने जीवन में? हालेलुया. ഇന്നലെ വന്ന വയറുവേദനയുടെ കാര്യവും കാൽമുട്ട് വേദനയുടെ കാര്യവും हम अपने घुटनों के दर्द के बारे में, पेट दर्द के बारे में बहुत हल्ला मचाते हैं. ഇതെല്ലാം മാറ്റാൻ കർത്താവ് വലിയവനായ ദൈവമാണ്. ये सब मेरा प्रभु ही चंगा करता है. എന്നാൽ അതിനപ്പുറത്തൊരു തലമുണ്ട്. लेकिन उसके परे भी एक जगह है. എൻ്റെ കർത്താവിനോടുള്ള സ്നേഹബന്ധത്തിന് നിമിത്തം मेरे प्रभु के से उस प्रेम के कारण ആരോഗ്യം നഷ്ടപ്പെട്ടാലും, मेरा अगर स्वास्थ्य भी, ധനം നഷ്ടപ്പെട്ടാലും, अगर धन भी नष्ट हो जाए, സാധ്യതകൾ നഷ്ടപ്പെട്ടാലും, मेरा भविष्य बर्बाद എൻ്റെ हो जाए, കർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാകും. मैं अपने प्रभु से प्रेम करते हुए ही आगे बढ़ूंगा. ये धैर्य हमें चाहिए. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. प्रभु के नाम की महिमा. രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ मैं പ്രവേശിക്കുകയാണ്. दूसरे भाग की ओर आ रहा हूं. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം അതിന്റെ 20 തിരുവചനത്തിലാണ്. उत्पत्ति 29 के 20 में ऐसा एक विवरण है. അവിടെ യാക്കോബ് പറയുന്ന ഒരു കാര്യം, യാക്കോബിനെ കുറിച്ച് പറയുകയാണ്. അവന് റാഹേലിനെ സ്നേഹിക്കുക കൊണ്ടത് അല്പകാലം പോലെ തോന്നി. और वहां पर राहेल से प्रेम के विषय में लिखा है, उसके प्रेम के कारण मुझे ये दिन बहुत कम लगे. ഏകദേശം 80 വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ട്. करीब 80 साल का हो गया. ആദ്യം 7 വർഷം സേവ ചെയ്തപ്പോൾ ലേയാണ് കിട്ടിയത്. 7 साल सेवा की तो लेया मिली. പിന്നെയും 7 വർഷം കൂടെ കഠിനാധ്വാനം ചെയ്യുകയാണ്. फिर मेहनत की 7 साल और. ആ സ്നേഹം നിമിത്തം, അവളോടുള്ള സ്നേഹം നിമിത്തം ഈ കഴിഞ്ഞ 7 വർഷം കാലം പെട്ടെന്ന് കടന്നുപോയി എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്നു. वचन में ऐसा लिखा है, राहेल से प्रेम के कारण उसको ऐसा लगा तो कुछ ही दिन प्रतीत हुए. മഞ്ഞ്, മഴ, വെയിൽ, രാത്രിയിലെയും പകലിലെയും അധ്വാനം, മൃഗങ്ങളെ വന്ന് ആടുകളെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം, ഇതെല്ലാം സ്വയം ഏറ്റെടുത്ത് 7 വർഷം കഠിനാധ്വാനം ചെയ്യുകയാണ്. 7 साल बहुत कठिन मेहनत की, जानवरों को देखा और जानवरों के आक्रमण को सब कुछ देखा उसने. പക്ഷേ അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അല്പകാലം പോലെ കഴിഞ്ഞുപോയി. लेकिन प्रभु से प्रेम के कारण ये समय उसको बहुत कम प्रतीत हुआ. അവിടെ പരാതിയില്ല, इसलिए शिकायत പിറുപിറുപ്പില്ല, नहीं, वहां पर कुड़कुड़ाहट नहीं, കയ്പില്ല, वहां कड़वाहट नहीं, ദുഃഖമില്ല, दुख भी नहीं, സന്തോഷത്തോടെ കടന്നു പോവുക. आनंद के साथ बढ़ रहे हैं. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് യഥാർത്ഥമെങ്കിൽ, अगर वास्तव में हमारा प्रेम प्रभु से सच्चा है, നമ്മുടെ ഈ കൊച്ചായുസ് വളരെ വേഗം കടന്നു പോകും. हमारा ये जीवन बहुत जल्दी निकल जाएगा. മഞ്ഞും ഉണ്ടാകും, മഴയും ഉണ്ടാകും, വെയിലും ഉണ്ടാകും, ദുഃഖവും ഉണ്ടാകും, ഞെരുക്കവും ഉണ്ടാകും. दुख भी होगी, भूख भी लगेगी, मेह भी बढ़ेगा और जाड़े भी आएंगे. നുരഞ്ഞു പൊന്തുന്ന യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ, लेकिन वास्तव में दिल से अगर प्रेम प्रभु के प्रति सच्चा है, ഇതൊരു പ്രശ്നമായി തീരുകയില്ല. ये कभी भी हमारे लिए एक समस्या नहीं बनेगी. അതിനെ മനോഹരമായി അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ പൈതലിന് കഴിയും. और उसको सहने के लिए परमेश्वर का पुत्र वो कर सकता है. എന്നാൽ സ്നേഹിക്കാൻ ഒരാൾ വേണം. लेकिन स्नेह प्रेम करने के लिए एक व्यक्ति तो चाहिए. ഈ ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, इसहाक के बारे में ऐसा कहा गया. അവൻ റിബേക്കയെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ മരിച്ച ദുഃഖം അവന് വിട്ടുപോയെന്ന്. रिबेका से जब वो प्रेम करने लगा तो माँ के दुख को भी, वो मृत्यु के दुख को അമ്മ भूल മരിച്ച गया. ദുഃഖം ഉണ്ടായിരുന്നു. माँ की मृत्यु का दुख था. സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ, സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ആ ദുഃഖം മാറിപ്പോയി. लेकिन जब एक नया व्यक्ति प्रेमी मिल गया तो बाकी पुराना प्रेम
दुख दूर हो गया। അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് യഥാർത്ഥ ആളിനെ ആണെങ്കിൽ, अगर वास्तव में यहाँ पर बैठकर अगर आप सच्चा प्रेम प्रभु से करते हैं, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ഉപദ്രവമോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ശക്തികൾക്കോ ക്രിസ്തു യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉറച്ചുമിരിക്കുന്നുവെന്ന് പൗലോസിനോടൊപ്പം ചേർന്ന് പറയാനൊക്കും. क्या पौलुस के साथ में इस बात को हम उठा करके कह सकते हैं, उच्च स्वर में कह सकते हैं कि वह क्या कौन मुझको मेरे मसीह के प्रेम से अलग करेगा? क्या उपद्रव, नग्नता, कष्टता, दुख, मुसीबत? സ്നേഹിക്കുന്നത് യേശു കർത്താവിനായിരിക്കണം. प्रेम करना है तो प्रभु यीशु से करें. പണ്ടൊരു ഭവനത്തിൽ ഭർത്താവ് മരിച്ച ചെറുപ്പക്കാരനായി മോൻ നഷ്ടപ്പെട്ടു പോയ അനാഥമാക്കപ്പെട്ട അമ്മയോട് സംസാരിക്കുമ്പോൾ एक माँ से बातचीत किया जिसका पति मर चुका था, बेटा भी गया था. കൂട്ടത്തിലൊരു ചോദ്യം ചോദിച്ചു, मैंने एक प्रश्न उनसे पूछा, കൂടെ ആരുമില്ല അല്ലേ? आप आपके साथ में कोई नहीं है ना? അമ്മച്ചിയുടെ മറുപടി കേൾക്കണോ? वो आंटी ने क्या कहा आप जानते हैं? മോനെ, എനിക്കൊരു 33 വയസ്സുകാരനുണ്ട്. मेरे पास में 33 साल का एक व्यक्ति है. ഭർത്താവും മരിച്ചു, മോനും മരിച്ചു, पति मर गया, बेटा भी समाप्त हो गया, പക്ഷെ എനിക്കൊരു 33കാരനുണ്ട്. लेकिन मेरे जीवन में एक 33 साल का एक व्यक्ति है. എനിക്ക് സ്നേഹിക്കാൻ ആളുണ്ട്, मेरे को प्रेम करता है, ചോദിക്കാനും പറയാനും ആളുണ്ട്. मेरे से प्रश्न पूछता है. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, मेरे वचन को सुनने वाले भाई और बहनों, ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു പക്ഷെ ആരും കണ്ടു എന്ന് വരികയില്ല. आपके चारों ओर देखेंगे तो कोई शायद नहीं मिलेगा, എന്നാൽ പ്രാണപ്രിയനെ ആത്മാവിൽ സ്നേഹിക്കുന്ന ഒരു ദൈവവൈതൽ പ്രയാസങ്ങളുടെ നടുവിൽ തളരുകയില്ല. लेकिन जो अपने प्राण प्रिय से प्रेम करता है वो मुसीबतों में कभी झुकता नहीं. അപ്പോൾ മനസ്സ് സെറ്റ് ചെയ്യേണ്ടടുത്ത് സെറ്റ് ചെയ്യണം. इसलिए दिल को वहीं रखें जहां होना चाहिए. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. इस संसार का प्रेम परमेश्वर से शत्रुता है. മൂന്നാം ഭാഗത്തിലേക്ക് പോകാം. मैं तीसरी बात भी आना चाहता हूं. ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം 3 തിരുവചനത്തിൽ उत्पत्ति 34 उसका 34वां अध्याय മൂന്നാമത്തെ തിരുവചനത്തിൽ उसका तीसरा आयत ऐसा कहा है. അവിടെ ശേഖേമും ദീനയും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. वहां पर दीना और याकूब के दीना के प्रेम के विषय में लिखा है. ഇവൻ ആഴമായി സ്നേഹിക്കുന്നതുകൊണ്ട് ഇവന്റെ ഉള്ളം അവളോട് പറ്റി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. और ऐसा लिखा है कि शकेम का दिल उसके ऊपर आ गया. ശേഖേമിന്റെ ഉള്ളം അവളോട് പറ്റി. शकेम का दिल दीना के ऊपर आ गया. അതിന്റെ 19 തുടങ്ങി താഴോട്ട് വായിക്കുമ്പോൾ उसके 19 से नीचे अगर हम पढ़ेंगे, അവൻ അധികമായി അവളെ സ്നേഹിക്കൊണ്ട് बहुत अधिक उससे प्रेम करता था. അവർ പറഞ്ഞ നിയമങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറായി. वो जो कुछ भी उसने शर्त रखी सब कुछ मानने के लिए तैयार हो എന്ന് गया. പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കാൻ പറയുക. मतलब यह है कि तुमको खतना करवाना है. ഇവർക്ക് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയത്തില്ല. इनको मालूम ही नहीं था कि खतना होता क्या ഇത് है. ചെയ്താൽ എന്നാ ഗുണം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. इसका फायदा क्या है वो भी नहीं मालूम ഇതിന്റെ था. വേദനയുടെ ആഴം എത്ര കാണുമെന്ന് അറിയത്തില്ല. ये इसका दर्द कितने दिन तक रहेगा वो भी नहीं ഈ मालूम. മുറി ഉണങ്ങാൻ എത്ര കാലം എടുക്കുമെന്ന് അറിയത്തില്ല. ये घाव भरने का समय भी नहीं मालूम. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടല്ല അനുസരിച്ചത്. ये सब कुछ पूर्ण रूप से सीखने के बाद प्रेम नहीं किया. അനുസരിക്കാൻ ഒരൊറ്റ കാര്യം, आज्ञा मानने का केवल एक ही कारण, അവൻ അവളെ സ്നേഹിച്ചു. वो उससे प्रेम करता था. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർത്തോണം, ये मेरे भाइयों बहनों आप याद रखें, എന്റെ വരും വരായികളും കാര്യകാരണങ്ങളും അന്വേഷിച്ച് ആരാഞ്ഞ് അറിഞ്ഞിട്ടല്ല കർത്താവിനെ അനുസരിക്കുന്നത്. सब कुछ ज्ञान प्राप्त करने के बाद आप परमेश्वर से प्रेम नहीं कर सकते. അനുസരിച്ചാൽ എന്തോ നഷ്ടം വരുമെന്ന് ചിന്തിച്ചിട്ടല്ല. आज्ञा मानने से मुझे क्या क्या घाटा होगा ये भी नहीं. മുറിവുണ്ടാകുമോ പരിഹാസം ഉണ്ടാകുമോ ഇതൊന്നും അവൻ ആരാഞ്ഞറിഞ്ഞിട്ടല്ല കർത്താവിനെ അനുസരിക്കുന്നത്. लोग ठट्ठा करेंगे, घायल करेंगे, ये सोच करके भी नहीं. കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, अगर प्रभु से सच्चा प्रेम है, അങ്ങനെ 1 യോഹന്നാൻ 5:1 എഴുതിയിരിക്കുന്നത്, इसलिए पहला यूहन्ना 1:5 में लिखा है, സ്നേഹിക്കുന്നവൻ എന്റെ പ്രമാണം അനുസരിക്കും. जो मुझसे प्रेम करता है वो मेरी आज्ञाओं को मानता है. അങ്ങനെങ്കിൽ अगर ऐसा है, ഇന്ന് കർത്താവിന്റെ പാദാന്തികെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, എന്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അനുസരിക്കാതെ വിട്ടുകളഞ്ഞ എന്തെങ്കിലും പ്രമാണം എന്റെ കൈവശമുണ്ടോ ദൈവം വെളിപ്പെടുത്തി തന്നതിൽ? आज अगर आप जब प्रभु के चरणों के पास में बैठे हैं और ये दावा करते हैं कि उससे प्रेम करता हूं, तो ऐसा कुछ है जो ആരും തെറ്റിദ്ധരിക്കണ്ട, ചെറുതോ വലുതോ ഏതുമായിക്കൊള്ളട്ടെ, छोटी बड़ी कुछ भी हो सकती है. സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ अगर ये कहें कि मैं उससे प्रेम करता हूं, പ്രമാണം അനുസരിക്കാൻ തല കുനിച്ചിരിക്കും.
तुम सिर झुका करके उसकी आज्ञा को मानना ही पड़ेगा। അതിന് എക്സ്ക്യൂസസ് ഒന്നുമില്ല. उसके लिए बहाने मत करो। ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, യഥാർത്ഥമായി നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരാളോട് ആലോചന ചോദിക്കാതെ നിനക്ക് അനുസരിക്കാനുള്ള വിവേകവും പരിശുദ്ധാത്മാവ് തരും. अगर पवित्र आत्मा ने परमेश्वर का प्रेम आपके दिल के अंदर में उंडेला है तो प्रभु की आज्ञा के बारे में आप दूसरे व्यक्ति से पूछेंगे भी नहीं। സ്നേഹിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കും. अगर प्रेम करोगे तो प्रभु की आज्ञा मानोगे। അടുത്ത ഭാഗം उसके दूसरा भाग ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത് പുസ്തകം, पहला शामुएल അതിന്റെ 18-ാമത്തെ അധ്യായം 3-ാം തിരുവചനമാണ്. उसके 18वें अध्याय में അവിടെ ദാവീദും യോനാഥാനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചാണ് वहां പറയുന്നത്. दाऊद और योनाथन के प्रेम के विषय में भी है। അവൻ യോനാഥാൻ ദാവീദിനെ പ്രാണന തുല്യം സ്നേഹിക്കൊണ്ട് അവർ തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു എന്ന, उन दोनों में इतना प्रेम था कि उन्होंने आपस में एक वाचा बांध ली, ഒരു നിയമം ചെയ്തു. एक वाचा बांध ली। കർത്താവുമായിട്ടുള്ള സ്നേഹം ജനുവിനാണെങ്കിൽ पर प्रभु से प्रेम अगर सच्चा है, ഒരാഴ്ച കർത്താവിനോട് കൂടെ നടക്കുകയും 2 ആഴ്ച ലോകത്തിന്റെ വഴിയിൽ നടക്കുകയും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബാക്ക് സ്ലൈഡിംഗ് ഒക്കെ വരാം, എന്നാൽ ഇത് സ്ഥിരം പരിപാടിയായിട്ട് നടക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സ്നേഹം ശരിക്കും അറിഞ്ഞവനല്ല. एक हफ्ता प्रभु के साथ और 3 हफ्ता जनता संसार के साथ अगर आप लगातार चलते हैं तो प्रभु का प्रेम आप നിലനിൽക്കുന്ന ഒരു ഉടമ്പടി, ഒരു നിയമം, आपके साथ में एक गहरा एक अटूट वाचा। പഴയ നിയമകാലഘട്ടത്തിൽ യാഗമൃഗത്തെ നെടുകെ പിളർന്ന് അപ്പുറവും ഇപ്പുറവും നിന്ന് കൈകൊടുത്ത് നിയമം ഉറപ്പിക്കുന്നത് പോലെ നമുക്ക് പ്രാഗൽഭ്യമില്ലാത്തത് കൊണ്ട് കർത്താവ് പിളർക്കപ്പെട്ടിട്ട് നമ്മുടെ കരം ചേർത്ത് പിടിച്ച് ആ നിയമത്തിന് കീഴിൽ കൊണ്ടുവന്നുവെങ്കിൽ, अगर जैसा पुराने समय के अंदर में हम देखते हैं कि एक जानवर को मार करके उसको उस आसपास खड़े होकर के वाचा बांधते थे, यीशु मरा और हमारे लिए वो वाचा बन गया। ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി കർത്താവെ സ്നേഹിക്കുന്നു എന്ന് പറയും, അടുത്ത 7 ദിവസം തോന്നുന്ന വഴിയിൽ ജീവിക്കാൻ ഒക്കുകയില്ല. अगर इतवार को आकर के आराधना में हम कहते हैं प्रभु मैं तुमसे प्रेम करता हूं, बाकी 6 दिन अपने ही मार्ग में चलते हैं, ये झूठ है। അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, मैं और भी सरल करना चाहता हूं, നിന്റെ മരണം വരെ, तुम्हारी मृत्यु तक, അല്ല മരണത്തിനപ്പുറം. मृत्यु के भी परे, അങ്ങനെ ശമൂവേൽ സാർ എഴുതി വെച്ചത്. ऐसा लिखा गया है। മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവൂത മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. Praise the Lord. Praise the Lord. Hallelujah. എത്ര പേരുടെ ഉള്ളത്തിൽ ഒരു ചൂടുണ്ട്? आपके हृदय में वो गर्माहट है या नहीं? ശലോമോന്റെ കാലഘട്ടത്തിൽ മോശം ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ 2ആയിട്ട് പിളർക്കാൻ ഒരു കൽപ്പന കിട്ടും. सुलेमान के जमाने में एक महिला जो अपने बच्चों को 2 भाग करके देने के लिए उसने कहा था एक बार, അവിടെ എഴുതിയിരിക്കുന്നു, അമ്മയുടെ സ്നേഹം നിമിത്തം അവളുടെ ഉള്ളം കത്തി. और ऐसा लिखा है कि माँ का प्रेम वहां उभर पड़ा। കർത്താവെന്ന് പറയുമ്പോൾ, യേശു എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്തൊരു ചലനം ഉണ്ടാകണം. जब यीशु का प्रेम कहते हैं तो अंदर में कुछ जलना चाहिए। ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ജീവനില്ലാത്തവർ തെറ്റായ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. अगर ऐसा ज्वलन आपके अंदर नहीं है तो आप एक गलत मार्ग में चल रहे हैं। आमीन। പുല്ലാട്ട് നമ്മുടെ കുഞ്ഞമ്മ സാറൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. पुल्लाट से कुंजम्मा सार आज शायद नहीं आई। ഏടെ വിളിച്ചപ്പോൾ പറഞ്ഞു, മോനെ കണ്ണിന് ബീപ്പ് കൂടിയിട്ട് ഇപ്പം റെസ്ട്രിക്ഷൻ വച്ചിരിക്കുക, കണ്ണ് നനയാൻ പാടില്ല. और उन्होंने कहा कि बीपी मेरा बढ़ गया है, आंखों का बीपी, इसलिए रो नहीं सकती। അമ്മച്ചി പറഞ്ഞു കേൾക്കണോ? आपको मालूम उन्होंने क्या कहा?
മോനെ കർത്താവെന്ന് കേട്ടാൽ ഉടനെ എൻ്റെ കണ്ണ് നനയും. मैं प्रभु नाम सुनते ही मेरी आंखें नम हो जाती हैं. ബൈബിളിലെ ഒരു വാക്യം വായിച്ചാൽ ഉടനെ കണ്ണ് നനയും. जब वचन पढ़ती है तो मेरी आंखों से आंसू बहता എനിക്ക് है. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ ഒക്കുന്നില്ല. डॉक्टर चाहे कुछ भी बोले मेरी आंखें नम होती ही हैं. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, 3 മണിക്കൂർ 1ാം ക്ലാസ് അടിച്ചു തകർത്ത് ആരാധന നയിക്കുന്നവനും കൂടെ ഇരുന്ന് പാടുന്നവന്റെ കണ്ണിലോട്ട് നോക്കിയാൽ ഒരു കണ്ണുനീരിന്റെ ഒരു തുള്ളി കാണാൻ ഒക്കത്തില്ല. എന്തോ ആത്മീയതയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. मेरे को समझ में नहीं आता आत्मिकता कहां चली गई. 3 घंटे गाते हैं गवाते हैं लेकिन वचन के सामने एक बूंद आंसू तक नहीं गिरता. നിന്റെ ആത്മാവിൽ പതിപ്പിച്ച ഇമ്പോസ് ചെയ്ത നാമമാണ് യേശുവിന്റെ നാമം. यीशु का नाम तुम्हारे आत्मा में मुद्रा के रूप में लिखा हुआ है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. प्रभु के नाम की महिमा. അതേ അധ്യായത്തിന്റെ 4ാം തിരുവചനത്തിൽ ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 18 വേഴ്സ് 4 पहला शामिल उसका 30 पहला शामिल उसका पहला अध्याय उसके 4थे वचन में അവിടെ പറഞ്ഞിരിക്കുന്നത് യോനാഥാൻ തന്റെ കൈവശം ഉണ്ടായിരുന്നതെല്ലാം जो कुछ भी उस योनाथन के हाथ में था ദാവീദിന് കൊടുത്തു. പടച്ചട്ട, അങ്കി, ബെൽറ്റ്, വാള് സകലതും കൊടുത്തു. अपने सारे अस्त्र और शस्त्र उसके हाथों में उसने रख दिए. ദാവീദ് ചോദിച്ചിട്ടല്ല, दाऊद ने पूछा नहीं. ഈ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം हालेलुया. ദൈവരാജ്യത്തിനും കർത്താവിനും കൊടുക്കാൻ 100 മനസ്സാണ്. प्रभु और उसके राज्य के लिए देने के लिए उसके पास 100% मन होता है. പൈസയുടെ കാര്യം മാത്രമല്ല, मैं धन के बारे में नहीं कह रहा हूं. അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമക്കളുണ്ട്. ऐसे लोग हैं जो इस प्रकार प्रेम करने के लिए तैयार हैं. ഇവിടെ ബാവുച്ച ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ വന്നു. हमारे बाउचान हमारे ദൂരസ്ഥലങ്ങളൊക്കെ ആള് വന്നു. कई लोग आए थे അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, ഒരു 2 ഏരിയയിൽ ആൾക്കാരെ ഒന്ന് വിടണമെന്ന് പറഞ്ഞു. और मैंने ഏരിയയിൽ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവിടാൻ और മീറ്റിംഗ് मुझसे कहा कि 2 जगह के लोग हैं उनको वापस पहुंचाना है. അദ്ദേഹം 2 ഏരിയയിലും ആളെ വിട്ടിട്ട് ഏകദേശം 9:45 മണി അവിടെ നിന്ന് വിളിക്കുകയാണ്, സാറേ ഇനി ആരെയെങ്കിലും കൊണ്ടുവിടാനുണ്ടോ? ऐसे लोगों को घर पहुंचाने के बाद जो मीटिंग हुई उसके बाद भी 9:30 बजे के बाद उन्होंने पूछा और भी किसी को पहुंचाना है? കമ്മിറ്റിയിലുള്ള പല ആൾക്കാർ ആശീർവാദം പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി. कमेटी के कई लोग तो घर पहुंच गए. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്. जो प्रभु से प्रेम करते हैं. പണത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. मैं धन के विषय में मात्र बात नहीं कर ഞങ്ങളുടെ रहा. നാട്ടിൽ ഒരു സ്റ്റെല്ല സഹോദരി ഉണ്ട്. हमारे यहाँ स्टेला नाम की ആടിനെയും കോഴിയും വളർത്തി ജീവിക്കുക. वो केवल बकरी पालन करती है. 1000 രൂപ മാസം തരും മിഷന്. मिशन के लिए 1000 रुपए हर महीने देती है. ഒരു 6 മാസം മുമ്പ് ഞാൻ കടന്നു ചെല്ലുമ്പോൾ 6 महीने पहले मैं जब गया ഒരിക്കൽ അവർ വീണ് കൈയുടെ എൽബോയ് വെച്ച് പൊട്ടി അതിനകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുവായിരുന്നു. और मैंने देखा कि उनका हाथ टूट गया था, प्लेट लगी थी. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളയാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, 1-2 വർഷം കഴിഞ്ഞു. मतलब 2 साल और भी बीत गए उसको निकाल करके अलग करना. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹോള് വീണിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി, പഴുപ്പും ബ്ലഡും വെള്ളമായിട്ട് ഇങ്ങനെ ഒലിക്കുക. और मैंने ये भी देखा कि उनके हाथों में इन्फेक्शन हो गया है और वो वहां से घाव बन करके बह रहा है. വിധവയായ സ്ത്രീയാണ്. विधवा है ये महिला. ഞാൻ പറഞ്ഞു, ആന്റി ആശുപത്രി പോയി പ്ലേറ്റ് എടുത്ത് മാറ്റുന്നല്ലേ നല്ലത്. उन्होंने कहा कि आप अस्पताल जाइए और प्लेट को निकलवा दीजिए, ऑपरेशन करवाना पड़ेगा. അവർ പറഞ്ഞത് കേൾക്കണോ? आपको मालूम है उन्होंने क्या कहा? മോനെ ആശുപത്രി കൊണ്ടുപോയി പൈസ കൊടുത്താൽ സുവിശേഷ വേലയ്ക്ക് തരാൻ പൈസ ഇല്ലടാ. अगर मैं अस्पताल जा करके अपना इलाज करवाऊंगी तो सुसमाचार के लिए मेरे पास पैसे नहीं रहेंगे. കർത്താവ് സൗഖ്യമാക്കുന്നെങ്കിൽ സൗഖ്യമാകട്ടെ, അല്ലെ അവിടെ ഇരിക്കട്ടെ. अगर प्रभु चंगाई का देता है तो मुझे चाहिए, नहीं तो नहीं रहने दो. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളുണ്ട്. ऐसे लोग हैं जो प्रभु से प्रेम करते हैं आज भी. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവൻ ചെലവിടും ചെലവായി പോകും. जो प्रभु से प्रेम करता है अपने आप को खर्च करता है और खर्चा भी करता है. ബാവുച്ചാൻ ഒരിക്കൽ വിദേശത്ത് പോയപ്പോൾ ജോലി നഷ്ടപ്പെട്ടിരുന്ന സഹോദരൻ എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ ചെക്ക് കൊടുത്തപ്പോൾ ബാവുച്ചാൻ നിരുത്സാഹപ്പെടുത്തി. और हमेशा बाऊचान से एक व्यक्ति से मिला जो हर साल जो पैसे देता था लेकिन इस समय नौकरी नहीं थी, फिर भी उसने चेक दिया तो उन्होंने पूछा मत कर दो. അദ്ദേഹം പറഞ്ഞു കേൾക്കണോ? आपको मालूम है उन्होंने क्या कहा? ബാവുച്ച കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ എൻ്റെ വലത് കരം കൂടെ പറഞ്ഞു പോകണമെന്ന്. अगर जब मैं प्रभु के लिए देता हूं तो मेरा दाहिना हाथ भी टूट जाए. സ്തോത്രം. हालेलुया. ദൈവമക്കളെ, मेरे प्रिय സത്യത്തിലേക്ക് മടങ്ങി വരണം. सच्चाई की ओर തട്ടും കൊട്ടും പാട്ടും പ്രസംഗവും ബഹളവുമല്ല ആത്മീകത. आत्मिकता का मतलब അതിന്റെ ഭാഗമായിക്കൊള്ളട്ടെ. जोर शोर से गाना नहीं है. കർത്താവിന് ആവശ്യം തന്നെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു പറ്റം ദൈവമക്കളെയാണ്. प्रभु ऐसे लोगों को चाहता है
जो वास्तव में उससे प्रेम करने वाला है। സാധ്യതകളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആമേൻ ദൈവം അനേകരെ വിടുവിക്കുകയും അനേകരെ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ കാരണം അറിവിന്റെ കൂടുതലും ആമേൻ സാധ്യതകളുമല്ല, മറിച്ച് കർത്താവിനോടുള്ള അക്ഷയമായ സ്നേഹമായിരുന്നു. वो कई लोगों का प्रभु ने पुराने समय में भी इसलिए उपयोग किया गया क्योंकि वो अपने आप को उन्होंने प्रभु के लिए पूर्ण रूप से दिया था। അതുകൊണ്ട് നമ്മുടെ അഭിനയത്തിന്റെ മൂടുപടങ്ങളെ വലിച്ചു കീറി കളഞ്ഞിട്ട് इसलिए अब से अभिनय न करें, बंद കർത്താവിന്റെ करें। പാദാന്തിക വീണ് പറയണം, കർത്താവ് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണേ. प्रभु के सामने घुटनों पर आ जाएं और कहें, प्रभु मैं आपसे प्रेम करना चाहता ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനം. हूं। ന്യായാധിപന്മാർ, ജഡ്ജസ് 16:15. न्यायों 16 उसका 15। അവിടെ ശിംശോനോട് ദലീല എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന ഒരു കാര്യമാണ്. आपको मालूम है शिमशोन ने दलीला से क्या कहा था? ദലീല പല ആവർത്തി ചോദിച്ചു, നിന്റെ ശക്തിയുടെ രഹസ്യം എന്നാ? उससे पूछा था बार बार कि तुम्हारी शक्ति का रहस्य क्या है? അവൻ ഫേക്ക് ആൻസർ കൊടുത്തു. उसने झूठा उत्तर दिया था। 2-3 വട്ടമായപ്പോൾ അവൾ പറഞ്ഞു, 2-3 बार जब हो गया तब उसने कहा, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? तुमने जो कहा है प्रेम करते हो लेकिन तुम्हारा दिल मुझसे लगा नहीं है, तो ये कैसे होगा? നമ്മൾ പറയുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു, हम प्रभु से कहते हैं मैं तुमसे प्रेम करता हूं, प्रेम करता हूं, प्रेम करता हूं, എന്നാൽ ഹൃദയം എവിടെയാണ്? लेकिन तुम्हारा दिल कहां है? ശേഖേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവന്റെ ഉള്ളം അവളോട് പറ്റിയിരുന്നു. शेकेम के बारे में लिखा है कि उसका दिल दीना से लगा था। ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു, पर पवित्र आत्मा हमसे एक प्रश्न पूछता है, കുഞ്ഞെ നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലാതിരിക്കെ നീ കൈ ഉയർത്തി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? पवित्र आत्मा हमसे पूछता है, तुम हाथों को उठाकर ये कहते हो मैं तुमसे प्रेम करता हूं और तुम प्रेम करने के साथ प्रचार करते हो। അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, और भी सरल करना चाहता हूं, നിങ്ങൾ അടുക്കളയിൽ കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്നാൽ जब आप रसोई घर में काम कर रही हैं, ഒരു വാർത്ത കേട്ട് ഹൃദയത്തിനകത്ത് ഒരു പെയിൻ വന്നു എന്നിരിക്കട്ടെ, मान लीजिए आपने एक समाचार सुना, आपके दिल में आपका दिल टूट गया, നിന്റെ ആ വേദന കർത്താവിന്റെ ചങ്കയിൽ പോയി അടിക്കണം. आपका दिल वो जो वास्तव में प्रभु के दिल को दुखी करेगा। കർത്താവ് അവിടെ ഇരുന്ന് നിന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചാൽ जब प्रभु आपके बारे में वहां से कुछ सोचता है, അത് നിന്റെ ഹൃദയത്തിൽ പിടിച്ചെടുക്കണം. वो आप अपने दिल में उसको ले सकते हैं। അതിൽ കുറഞ്ഞതൊന്നും ക്രിസ്തുമാർഗത്തിനകത്തെ സ്നേഹമൊന്നുമല്ല. उससे कम आपका प्रेम सब व्यर्थ है। സ്തോത്രം. हालेलुया। ഇത് പറയുമ്പോൾ അങ്ങനെ ജീവിച്ച കഴുകന്മാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. जब मैं ये कहता हूं तो ऐसे लोग हैं जो उसका प्रेम करते हैं, हमारे बीच में हैं। ദൈവശബ്ദം കേൾക്കാതെ പടിക്കെട്ട് ഇറങ്ങിപ്പോകാത്ത ഭക്തന്മാർ ഇതിനകത്തുണ്ടായിരുന്നു. ऐसे लोग भी हैं जो प्रभु की आवाज को सुन करके भी नहीं निकले थे। കർത്താവിന്റെ ഇഷ്ടമെന്ന് രണ്ടാമതൊരാൾ പറയാതെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഒക്കുന്ന സ്വഭാവമുള്ളവർ ഉണ്ടായിരുന്നു. ऐसे लोग भी थे जो परमेश्वर की आवाज को सुन करके एक शब्द को देख करके निकल पड़ते थे। ഇന്ന് ലോകത്തിന്റെ സ്നേഹം അകത്തോട്ട് കയറി, लेकिन जब संसार का प्रेम अंदर आ गया, എന്റർടൈൻമെന്റുകളൊക്കെ അകത്തോട്ട് കയറി. जब सब कुछ अंदर प्रवेश कर गया, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എങ്ങാണ്ടോ പറഞ്ഞതുപോലെ जब मैं पिछले दिनों में कहा था, मैंने कहीं അവൻ അവിടെയായി യാക്കോബ് ഉണ്ടാക്കിയ ചുമന്ന പായസം നിന്നെ എതിരേൽക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. कहीं ना कहीं वो उस प्रकार का एक खीर जो याकूब ने बनाया था रखा हुआ। അങ്ങോട്ട് പോയി അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. उस ओर जाते जाते तुमने अपना सारा अर्थ खो दिया। ഹൃദയത്തിനകത്ത് കുറിച്ചിട്ടോ, अपने हृदय में इसको लिख डालें, നീ ദൈവഹിതപ്രകാരമല്ലാതെ എന്തെങ്കിലും കൈനീട്ടിയെടുക്കുമ്പോൾ अगर प्रभु की इच्छा के बिना जब तुम कुछ भी लेना चाहते हो, അവിടെ ഒരു റെസിപ്രോക്കൽ കോൺട്രാക്ട് വരിക. वहां पर एक वाचा बन रही है। എന്ന് പറഞ്ഞാൽ പായസം തന്നാൽ നീ എടുത്താൽ ജ്യേഷ്ഠാവകാശം എന്റേതാണ്. तुमने जो खीर दे करके मेरा ज्येष्ठ जो अधिकार ले लिया, യൗസേപ്പേ എന്റെ ശരീരം നിനക്ക് തരാം, പക്ഷേ നിന്റെ കൃപാവരങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. यूसुफ मैं तुमको ले सकता हूं, मैं तुम्हारे वरदानों को लेना चाहता हूं। ശിംശോനെ നിന്റെ രഹസ്യം ചോദിക്കുമ്പോൾ നിന്റെ ശക്തി അവൾ ചോദിക്കുകയാണ് അങ്ങോട്ട്. शिमशोन तुम्हारे शक्ति के रहस्य को वो लेना चाहता है। നമ്മൾ ഇതാരും ഗൗരവമായിട്ട് എടുക്കാറില്ല.
हम इसको गहराई से नहीं लेते। ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. प्रभु के नाम की महिमा। അപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കണം, കർത്താവിനോട് പറ്റിയിരിക്കണം. हम अब प्रभु से लगे रहें, दिल आनंदित हो। ഇങ്ങനെ ഒരു നിലവാരത്തിൽ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ अगर इस प्रकार अगर प्रभु के लिए हम जिए, കർത്താവ് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. प्रभु हमसे कुछ कहता है। അങ്ങനെ ജീവിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ऐसे जीने वाले 1 കൊരിന്ത്യർ 2:9 പറയുന്നു, एक पहला कुरिन्थियों 2:9 में ऐसा लिखा है, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല ആരുടെയും ഹൃദയത്തിൽ. जो प्रभु से प्रेम करते हैं उनके लिए जो ऐसा बना करके रखा है जो किसी ने देखा तक। വലിയ സന്തോഷമായില്ലയോ? सुन करके बहुत अच्छा लगता है। ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആത്മീകതയുടെ ആഴങ്ങൾ താണ്ടിയ 3-ാം സ്വർഗത്തോളം കയറിയ പൗലൂസ് സോപ്പിന്റെയും ജീപ്പിന്റെയും കണ്ണാടിയുടെയും കാര്യമൊന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. मैं ये पूरा विश्वास करता हूं कि पौलुस ने इस संसार के बारे में इसके अंदर में कुछ भी नहीं लिखा। അങ്ങനെയും ദൈവം തരും, മേടിച്ചോ. अगर प्रभु देता है तो ले लो। പൗലൂസിന്റെ മനസ്സിൽ ആ ആശയമൊന്നുമല്ല. लेकिन पौलुस के दिल में ये सब नहीं था। യോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 5 മുതൽ 10 വരെ പഠിച്ചാൽ अय्यूब 28 के 5 से 10 तक अगर आप पढ़ें, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. और जो इस जमीन का, इस धरती का अधोभाग जो है जल रहा है, അതിലെ പാറകൾ നീലക്കല്ലിന്റെ ഉൽപ്പത്തി സ്ഥാനം, और उसका जो स्थान जो है കനകപ്പൊടി അവിടെയുണ്ട്. वहां पर नीलमणि प्राप्त होती है, കഴുകനത് കണ്ടിട്ടില്ല, और किसी आंखों ने उसको देखा नहीं, പരുന്തത് കണ്ടിട്ടില്ല, शिकारी पक्षी ने भी नहीं ഹിംസ്ര മൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല, कोई जंगली जानवर ने छुआ भी नहीं, സിംഹം അത് കണ്ടിട്ടില്ല. सिंहों भी वहां से नहीं गुजरे। കനകപ്പൊടി എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇൻ ദ ഡസ്റ്റ്, ये मतलब यह है सोने के कण, പൊടിയിൽ മിക്സായി കിടക്കുന്ന സ്വർണ്ണപ്പൊടിയാ. ये सोने के कण जो वहां पड़े हुए हैं, ഒറ്റ നോട്ടത്തിൽ കാണാനൊക്കത്തില്ല. एक नजर में देख नहीं पाते हम। സ്തോത്രം. हालेलुया। ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സ്തോത്രം. हालेलुया। എത്ര പേർക്ക് ആശയം പിടികിട്ടുന്നുണ്ട്? अब आपको समझ में आ എത്ര പേർക്ക് ആശയം പിടികിട്ടുന്നുണ്ട്? അവൻ ഏത് വിഷയത്തെ എടുക്കാം, ആത്മീക ലോകത്തെ എടുക്കാം, ഈ ബൈബിളിനെ വേണമെങ്കിൽ എടുക്കാം. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. അതിന്റെ അടിത്തട്ടിൽ നീലക്കല്ലിന്റെ ഉൽപ്പത്തി സ്ഥാനം, കനകപ്പൊടി അവിടെയുണ്ട്. കഴുകൻ കണ്ടിട്ടില്ല, പരുന്ത് കണ്ടിട്ടില്ല, ഹിംസമൃഗം ചവിട്ടിയിട്ടില്ല, സിംഹം അത് കണ്ടിട്ടില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവപൈതലിന്റെ കണ്ണ് എന്നെത്തുന്ന സ്ഥലങ്ങളുണ്ട്. ऐसे ऐसे स्थान भी हैं जहां कोई नीलमणि पत्थर प्राप्त होता है, सोने के कण भी मिलते हैं, शिकारी पक्षी पहुंच नहीं सकता, सिंह भी वहां से गुजर കർത്താവിനെ नहीं सकता। ശുശ്രൂഷിക്കുന്നവർ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. प्रभु की सेवा करने वालों, ये चुनौती है आप लोगों के लिए। മനുഷ്യനെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. आप धोखा देकर आगे नहीं बढ़ सकते। എല്ലാ ടൈപ്പ് മിനിസ്ട്രിയും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. हर प्रकार की सेवकाई लोग देख रहे हैं। പ്രസംഗത്തിൽ പോയിന്റ് ഇല്ലെങ്കിലും भाषण में अगर विषय अगर पॉइंट ना भी हो, കർത്താവിന്റെ പാദാന്തികയിരുന്ന് प्रभु के चरणों पर बैठकर ദൈവസ്നേഹത്താൽ നിറഞ്ഞ് प्रभु के प्रेम से भरपूर हो जाएं। നീ ജനത്തിന്റെ ഇടയിൽ ഇറങ്ങിപ്പോ. लोगों के बीच में उतर जा। പകർന്ന തൈലം പോലെ അവന്റെ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കും. इत्र के समान वो सुगंध फैलने लगेगा। 2 ശീല പാടിയാ മതി, 2 गीत ही छोटे ഒരു से സങ്കീർത്തനം വായിച്ചാ മതി, एक भजन ही तू पढ़, ദൈവശക്തി അവിടെ വ്യാപരിക്കും. परमेश्वर की शक्ति वहां उतरेगी। അതുകൊണ്ട് ദൈവസന്നിധിയിൽ വീഴണം. इसलिए प्रभु के चरणों पर गिर पड़ो। ഇനിയും കീഴ്പ്പെടണം. कम से कम अब നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. तुम्हारा हे प्रभु अपने प्रेम से भर दे। കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ കഴിവുള്ള കർത്താവ്. हे प्रभु अपने मित्रों से बढ़कर के वो प्रेम मुझे दे दे। ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की महिमा എന്ന് പറഞ്ഞാൽ अगर मैं ऐसा कहता हूं, ഇതുവരെ ചെന്നിട്ടില്ലാത്ത ഉയരങ്ങൾ, ദൈവസ്നേഹത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങി ഇറങ്ങി കർത്താവിനെ സ്നേഹിക്കുന്നതോടും आज तक मैं ऐसी गहराई में नहीं ഒരുപക്ഷെ उतरा। ബില്ലി ഗ്രഹാം കണ്ടിട്ടില്ലാത്ത, ടോറി കണ്ടിട്ടില്ലാത്ത, ഫിന്നി കണ്ടിട്ടില്ലാത്ത, സ്പർജൻ കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ പപ്പ അറിഞ്ഞിട്ടില്ലാത്ത, കൊച്ചുകുഞ്ഞുപദേശി കണ്ടിട്ടില്ലാത്ത, സാറപ്പച്ചൻ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക്, ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് താണ്ടാൻ സ്വർഗം കൃപ തരും. ऐसे महान लोगों का नाम जो जिन्होंने आज तक शायद नहीं देखा, आप देख सकते हैं प्रभु के प्रेम को। ദൈവത്തിന് സ്തോത്രം. റോമർ 8:28 रोमन 8:28 में लिखा है, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി. जो कुछ भी परमेश्वर से प्रेम करता है उनके लिए सब कुछ भलाई के लिए ही उत्पन्न ഇത് होता है। സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. ये बिल्कुल वास्तव में एक संदेश है। ഈ കർത്താവിനോടുള്ള സ്നേഹത്തിൽ परमेश्वर का जो प्रेम है,
വലിയ തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ ऐसे समय में जब बहुत अनजान भी थे, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം परमेश्वर के प्रेम में केवल ജീവിത പങ്കാളിക്ക് ജോലി വേണ്ടെന്ന് തീരുമാനിച്ച ദൈവമക്കളിനകത്തുണ്ട്. ऐसे लोग भी यहाँ बैठे हैं कि मेरे जीवन साथी को अब नौकरी करने की ചില जरूरत है। കാര്യങ്ങൾ എന്റെ വീടിനകത്ത് വേണ്ട എന്ന് തീരുമാനിച്ചവരുണ്ട്. कुछ बातें ऐसी हैं जो मेरे घर में नहीं होंगी। കർക്കശമായ തീരുമാനങ്ങൾ എടുത്ത് ഒറ്റ കാര്യം ദൈവത്തോടുള്ള സ്നേഹം. ये परमेश्वर से प्रेम के कारण कई निर्णय हमने लिए हैं ലോകത്തിന്റെ നോട്ടത്തിൽ ഭോഷത്വമാണ്. जो संसार की नजर में मूर्खता है। ഞാനത് വായിച്ചപ്പോൾ ഓർത്തു, मैंने उसको पढ़ करके सोचा പരിജ്ഞാനക്കുറവ് കൊണ്ട് എന്തെല്ലാം തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ട്. कितनी मूर्खतापूर्ण निर्णय मैंने भी പക്ഷെ अपने കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് ചെയ്തത്. जीवन में- लेकिन सब कुछ परमेश्वर से प्रेम के कारण किया था। എന്റെ ഭോഷത്വമാണെങ്കിലും ദൈവത്തിന് നന്മയ്ക്കായി Hallelujah. കൂടി വ്യാപരിപ്പിക്കും. भले ही मेरे लिए वो मूर्खता थी, लेकिन प्रभु ने वो आशीष, ബിഹൈൻഡ് ദ മോട്ടീവ് मेरे पीछे जो विचार जो യേശു കർത്താവിനോടുള്ള സ്നേഹമായിരിക്കണം. वो केवल प्रभु से प्रेम होना അബദ്ധം പറ്റാം, തീരുമാനങ്ങളിൽ പിഴവ് പറ്റാം. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമാണെങ്കിൽ സകലതിനെയും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ അവൻ ശക്തനായ ദൈവമാണ്. चाहिए। अगर आपका उद्देश्य केवल प्रभु से प्रेम है, ആരെങ്കിലും വഴിയടഞ്ഞിരിക്കുന്നെങ്കിൽ, ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, തളർന്നിരിക്കുന്നെങ്കിൽ നിരാശപ്പെടണ്ട. ഇന്ന് നെഗറ്റീവായിട്ട് കാണുന്നതിനെ പോസിറ്റീവായിട്ട് Hallelujah. തിരിക്കാൻ സ്വർഗമതിയായ ദൈവമാണ്. आपके सामने अगर दरवाजे बंद हो चुके हैं, फिर भी प्रभु से प्रेम करें, वो आपके लिए सब कुछ सही कर देगा। പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുവചനം. निर्गमन उसका 20वां अध्याय। എല്ലാവർക്കും അറിയാം, എന്നെ പകയ്ക്കുന്നവന്റെ 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോട് ചോദിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവരുടെ 1000 തലമുറയോട് ഞാൻ കരുണ കാണിക്കുകയും. निर्गमन उसका 20वें अध्याय में लिखा, जो मेरी आज्ञाओं को मानता है उसकी पीढ़ियों पीढ़ियों दर पीढ़ियों तक, 1000 पीढ़ी तक मैं आशीष देता हूं। ഞാൻ ഇടയ്ക്കെപ്പോഴും ഓർപ്പിച്ചു, मैंने इसके पहले आपसे कहा था, എൻ്റെ ശരീരത്തിലോടുന്ന ക്രോമസോമോ ജീനോ ആകട്ടെ, ഇത് രണ്ടും 500 തലമുറയുടെ അപ്പുറം താണ്ടി പോകത്തില്ല. मेरे जो क्रोमोसोम्स मेरे शरीर में है 500 साल पीढ़ियों के बाद नहीं जाएंगे। 500 തലമുറ കൊണ്ടത് തീരും. अब 500 पीढ़ी के बाद वो सब नष्ट हो जाएंगे। പിന്നെ എൻ്റെ ഒരടയാളവും ഭൂമി കാണത്തില്ല. इस संसार में मेरा कोई भी चिन्ह नहीं बाकी നീ रहेगा। കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുന്നെങ്കിൽ लेकिन वास्तव में अगर तुम प्रभु से प्रेम करते ഇനി हो, കിടക്കുന്ന ശേഷം 500 തലമുറയോട് ഞാൻ കരുണ കാണിക്കുമെന്ന് ദൈവം പറയുക. प्रभु कहता है कि आने वाली 500 पीढ़ी के ऊपर भी मैं दया दर्शाऊंगा। ഈ വാർത്ത കേട്ടിട്ട് ആരും കർത്താവിനെ സ്നേഹിക്കണ്ട. ये सुनकर के आप प्रेम ना करें। അത്ര ചെറിയ ആളല്ല ദൈവം. इतना छोटा നിന്നെ नहीं, മോഹിപ്പിച്ച് സ്നേഹിക്കാൻ വന്ന ആളല്ല ദൈവം. तुमको तुम्हारे प्रेम को आकर्षित नहीं करना എന്നാൽ चाहता, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുകയാണ്. लेकिन वो अपना न्याय वहां दिखाना चाहता है। आमीन। ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. आसान नहीं है ये लक्ष्य, ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ये आसान नहीं है। മനസ്സിനകത്ത് വേറെ ഒന്നും കേറ്റാതെ मन के अंदर कुछ और ना हो, കർത്താവിന്റെ രൂപം പ്രതിഷ്ഠിച്ചുകൊണ്ട് पर केवल उसका प्रेम अंदर में आ जाए। ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നടക്കുക എന്ന് പറയുന്നത് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. अगर बहुत बड़ा कार्य है, ये वास्तव में बहुत कठिन है, വില കൊടുക്കുന്നവന് സ്വർഗം മാനിക്കും. लेकिन जो दाम देता है स्वर्ग उसकी इज्जत करता है। പ്രൈസ് ദി ലോർഡ്, हालेलुया, പ്രൈസ് ദി ലോർഡ്. आमीन, സ്തോത്രം, आमीन, സ്തോത്രം. हालेलुया। 1000 തലമുറയോട് കരുണ കാണിക്കും. 1000 पीढ़ियों पर वो दया करने वाला परमेश्वर। എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം കൂടെ പറഞ്ഞ അവസാനത്തിലേക്ക് വരിക. मैं एक और वाक्य कह करके समाप्त करना। ന്യായാധിപന്മാർ 5:31, ജഡ്ജസ് ചാപ്റ്റർ 5 വേഴ്സ് 31. न्यायों ചാപ്റ്റർ 5 5 का 31, 31. 5 का 31। യഹോവയെ സ്നേഹിക്കുന്നവരോ जो प्रभु से प्रेम करते हैं, സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ. जैसा सूर्य बड़े चमक के साथ उदित होता है। പ്രൈസ് ദി ലോർഡ്. हालेलुया, ഞാൻ സോദരം പറയിപ്പിക്കാം, നിങ്ങളോട് പറഞ്ഞു. हालेलुया। നല്ലൊരു വാക്യം, അതിന് വ്യാഖ്യാനമൊന്നും വേണ്ട. इसके लिए व्याख्यान की जरूरत नहीं। യഹോവയെ സ്നേഹിക്കുന്നവരോ जो प्रभु से प्रेम करते हैं, സൂര്യൻ പ്രതാപത്തോടെ सूर्य अपने प्रताप के साथ ഉദിക്കുന്നത് പോലെയാകുന്നു. उगते हुए सूर्य के सदृश्य हो जाते हैं। നിന്റെ പ്രിവിലേജ് എന്തുവാ? तुम्हारा सौभाग्य क्या है? നീ സൂര്യനെ നോക്കിക്കേ. आप सूर्य को देखें। സൂര്യനോട് പറയുക നീ ഇന്ന് വെട്ടം തരണ്ടെന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യൂ. आप अगर उससे कहते हैं आज हमको तेरा प्रकाश नहीं അതിന്റെ चाहिए, തേജസ്, അതിന്റെ ചൂട്, അതിന്റെ പ്രഭ, ആമേൻ, അത് സകല വൃക്ഷലതാദികൾക്കും ജന്തുജാലങ്ങൾക്കും ജീവൻ കൊടുക്കുകയാണ്. उसकी जो प्रभा है, उसका जो तेज है, उसका जो ताप है, हर व्यक्ति को, हर जानवरों को, हर पेड़ पौधों को जान देता है। ഭൂലോകത്തിന് ഇതിന് അനുഗ്രഹ വിഷയമായി നിൽക്കുകയാണ്. पूरे संसार के लिए आशीष है।
ശരീരത്തിൽ രോഗമുണ്ടെങ്കിലും शरीर में भले ही रोग है, കുഞ്ഞെ നീ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെയാണ്. लेकिन फिर भी तुम सूर्य के प्रताप जैसे हो. സമ്പത്തിന് അല്പം കോട്ടം തട്ടിയെങ്കിലും നീ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെയാണ്. भले ही धन में कमी हो जाए, लेकिन फिर भी तुम सूर्य हो. ശുശ്രൂഷയിൽ ഒരു അല്പം ക്ഷീണമെന്നെങ്കിലും സാരമില്ല, നീ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെയാണ്. सेवा में तुम थोड़े कमजोर भी पड़ जाओ, लेकिन सूर्य के समान चमक सकते हो. തലമുറയുടെ കാര്യമൊന്നും ശരിപ്പെട്ടില്ല എങ്കിലും നീ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെയാണ്. तुम्हारी पीढ़ियों का भविष्य नहीं मालूम, लेकिन फिर भी तुम सूर्य के समान हो. യഹോവയെ സ്നേഹിക്കുന്നവരോ जो यहोवा से प्रेम करते हैं, സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ वो जो सूर्य का जो सदृश्य बन जाते हैं. ആ വാക്യത്തോടെ നീതി പുലർത്തണമല്ലോ. കുറിവാക്യത്തിലോട്ട് പോകാം. हम एक बार और वापस അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. वो मुझे मैखाने में ले गया, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. और जो कुछ प्रेम ध्वजा थी वो ഈ प्रेम. ബാങ്ക്വറ്റ് ഹാളിനെ കുറിച്ച് 2 സ്ഥലത്ത് മാത്രമേ പരാമർശമുള്ളൂ इसके ബൈബിളിൽ. बारे में दो ही जगह लिखा हुआ है. എസ്തേറിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ एस्तेर के 7वें अध्याय में, പശ്ചാത്തലം നിങ്ങൾക്കറിയാം, आप जानते हैं इसकी पृष्ठभूमि. അവിടെ ദൈവജനത്തിനെതിരെയുള്ള പദ്ധതികളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞു. परमेश्वर के लोगों के विरोध में काम हो चुका है. ആ വിരുന്ന് വീട് വീഞ്ഞിശാല വേണമെങ്കിൽ ദൈവസഭയുടെ നിഴലെന്ന് പറയാം. आप उसको देख सकते हैं, उसके प्रतीकात्मक रूप से कलीसिया मान सकते ഇന്നർ हैं. സർക്കിളിലുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ. वहां केवल आंतरिक लोग ही हैं. സാധാരണഗതിയിൽ രാജ്ഞി രാജാവിനോടാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. अगर मान लीजिए अगर कोई जरूरत हो तो रानी ही पूछती है, എന്നാ വീഞ്ഞു വീട്ടിനകത്ത് लेकिन मैं खाने के अंदर में രാജാവ് രാജ്ഞിയോട് ചോദിക്കുന്നു, മോളെ നിനക്ക് ഞാൻ എന്തോ ചെയ്തു തരണം. राजा पूछता है, रानी तुम्हारे लिए मैं क्या करके दूं. ഭക്തിമാർഗത്തിന് ഉയർന്ന തലമുണ്ട്. भक्ति मार्ग से कहीं ऊंचा स्तर भी है. ചോദിച്ചാൽ തരും, मांगेंगे അന്വേഷിച്ചാൽ കണ്ടെത്തും, खोजोगे तो पाओगे, മുട്ടിയാൽ തുറക്കും. खटखटाओगे तो അത് खोला കോമൺ जाएगा. പ്രമാണമാണ്. ये सबके लिए है. ഇതിനപ്പുറത്തൊരു പ്രമാണമുണ്ട്. इसके ऊपर भी നിന്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് ഒരുമിച്ച് സഞ്ചരിച്ചാൽ, जब यीशु की आत्मा के साथ में तुम एक साथ बसने നിന്റെ लगो, ഹൃദയം വിങ്ങുമ്പോ ചോദിക്കും, മോനെ ഞാൻ നിനക്ക് എന്തോ ചെയ്തു തരണോടാ. वो पूछेगा मैं तुम्हारे लिए क्या दूं. നീ പുറകെ നടന്ന് കാല് പിടിക്കാൻ ഭിക്ഷക്കാരനല്ല, നീ മകനാണ്, നീ അവകാശിയാണ്, അവൻ നീ ആദ്യജാതനാണ്, हालेलुया. രാജകീയ പുരോഹിത വർഗമാണ്. तुम पुत्र हो, तुम राज परिवार के अंग हो, भिखारी नहीं हो. उसके पैरों पे इस നീ प्रकार കിടക്കേ കിടന്ന് നെടുവീർപ്പെട്ടാൽ അതിന് മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. हालेलुया. तुम ऐसे प्रभु से प्रेम करते हो, अपने बिस्तर पर पड़े पड़े भी तुम उसको पुकार सकते हो. ഗോഡ് മുമ്പൊക്കെ ബോംബെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു ബിഷപ്പിന്റെ സഹോദരന്റെ വീട്ടിലാണ് ഞാൻ, അത് ഡിനോമിനേഷൻ പറയുന്നില്ല, താമസിച്ചുകൊണ്ടിരുന്നത്. हम एक बिशप के घर में रहते थे बॉम्बे में. जब അവർ हम മിഷണറീസ് ആയിരുന്നു. हमारे मिशनरी थे. ആന്റി മൈലപ്രായുള്ളതാ. वो आंटी तो मैलाप्रा की थी. ഇപ്പൊ കൊള്ളാവുന്ന ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. अब तो एक अच्छे भवन में रहती है. എന്നോട് പറഞ്ഞു, ഈ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോൾ കൈ ബാക്കിയൊന്നും ഇല്ലായിരുന്നു. अब सेवा के बाद कुछ भी नहीं. വീടൊരു സ്വപ്നമായിട്ട് നിൽക്കുക. हमारे घर പിള്ളേരുടെ കല്യാണം കഴിഞ്ഞ് പല രാജ്യങ്ങളിലും പോയി. बच्चे तो शादी हो गई अलग अलग जगहों. ഒരാവശ്യം എങ്ങനെ അവരോട് പറയുന്നേ? अब उनको कैसे कहूँ. ആന്റി പറഞ്ഞു, ഒരു ദിവസം രാവിലെ ഒരു കപ്പ് കോഫിയുമായി ജനലിൽ പിടിച്ച് പുറത്തോട്ട് നോക്കി നിൽക്കുക. एक दिन मैं अपने कॉफी लेकर के खिड़की से बाहर झांक ഞാൻ रही, മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുക, मन में ऐसा कह रही थी, കർത്താവേ നീ വലിയ തച്ചനായിരുന്നല്ലോ, हे प्रभु आप तो बहुत बड़े बढ़ई थे ना. നീ പണിതതിന്റെ ബാക്കി ആണിയോ തടിയോ എല്ലാം കിടപ്പുണ്ടെങ്കിൽ എനിക്കൊരു കൊച്ചു പെര. प्रभु आपने बना करके जो छोड़ा था उसमें से लकड़ी और कील कहीं कुछ बाकी अगर है. ആ പെര എന്ന് പറഞ്ഞപ്പോ ഫോൺ റിങ് ചെയ്തു. इतना कहते ही एक जगह किसी ने फोन किया. വിദേശത്തുനിന്ന് മോള് വിളിക്കുക, कोई विदेश से फोन किया था. അമ്മ ഇച്ചിരി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് ഒരു ഫ്ലാറ്റ് മേടിക്കണം, ഞങ്ങളുടെ പേരല്ല അപ്പയുടെ അമ്മയുടെ പേര് മേടിക്കാൻ പറഞ്ഞു. उन्होंने कहा आप अपने नाम पर जल्दी से जल्दी एक फ्लैट बुक कर लो, ये पैसा मैं अभी भेज रहा हूँ. हालेलुया. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവ പൈതലിനെ जो प्रभु से प्रेम करने वाले हैं അവൻ അറിയും. वो जानता है. സ്തോത്രം. हालेलुया. അപ്പനും അമ്മയും നിന്നെ മറന്നാലും, भले ही माँ സഹോദരന്മാർ മറന്നാലും, भाई बहन भूल जाए, കൂട്ടായ്മക്കാർ മറന്നാലും, दोस्त भूल जाएंगे, കൈപിടിച്ച് ഉയർത്താമെന്ന് പറഞ്ഞവർ മറന്നാലും, जो आपको हाथ पकड़ के നിന്റെ ഹൃദയവേദന അറിയുന്ന ഒരു കർത്താവുണ്ട്. आपके हृदय को जानने वाला एक प्रभु है. നീ 40 ദിവസം കുത്തിയിരുന്ന് ഉപവസിച്ചില്ലെങ്കിലും കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ചാൽ, കുഞ്ഞെ ഞാൻ നിനക്ക് എന്ത് തരേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു കർത്താവുണ്ട്. आपको 40 दिन उपवास करने की जरूरत नहीं है. अगर उससे प्रेम करते हैं तो वो आपसे पूछेगा मैं क्या करूं. അവള് പറഞ്ഞു, ഹാമാനാണ് പ്രശ്നം. ഹാമാൻ. आप हामान को भी जानते हैं. രാജാവ് ക്രുദ്ധിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. राजा तो क्रोध से बाहर निकल गया. തിരിച്ചു വരുന്നപ്പോൾ ക്ഷമാപണം പറഞ്ഞ് രാജ്ഞി ഇരുന്ന സ്ഥലത്ത് ഇയാൾ കയറി കിടക്കുക.
और जहां पर वो रानी बैठी थी, ये वहां पर लेटा हुआ है। ആരും ഒന്നും പറഞ്ഞില്ല. അടുത്ത സെക്കൻഡിൽ രാജാവിന്റെ കൽപ്പന വന്നു, അവന്റെ മുഖം മൂടി അവനെ കൊണ്ടുപോയി. और उसी क्षण उसके मुंह को ढांप करके वहां बाहर ले गए। വിരുന്നുശാല മണവാട്ടി സഭ എന്ന് പറയുന്നത് എക്സ്ട്രാ പ്രൊട്ടക്ഷന്റെ സ്ഥലമാണെന്ന് ഓർത്തോണം. हालेलुया, ये ऐसी जगह है मैं खाना जहां पर आपको पूर्ण सुरक्षा भी मिलती है। പ്രൈസ് ദി ലോർഡ്. आमीन, പ്രൈസ് ദി ലോർഡ്. हालेलुया। അവസാന ഭാഗത്ത് പറ, ഏത് വിഷയത്തിനാണോ ഭാരപ്പെട്ടത് तुम जिस विषय के ऊपर तुम संकट में, അതിന് തീർപ്പ് കൽപ്പിച്ചു. उसके लिए एक उत्तर आ എഫെസ്യ गया। ലേഖനത്തിന്റെ ഭാഷ്യം പറഞ്ഞാൽ, इफिसियों की पत्री की भाषा में अगर कहा നമുക്ക് जाए, വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ അവയുടെ മേൽ ഹല്ലേലൂയ. ജയോത്സവം കൊണ്ടാടി ദൂരസ്ഥരായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി തീർത്ത മഹാസ്നേഹം, ऐसा प्रेम जिसको हमारे विरोध में लिखे हुए हाथों को उसको पूर्ण रूप से पलट करके जयोत्सव में जय में हमें पर ले जाने वाला। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 10-ാം തിരുവചനത്തിൽ यशायाह के किताब में ऐसा लिखा है, വംശങ്ങളുടെ കൊടിയായ ഇശായിയുടെ വേരായവൻ എന്നൊരു പ്രയോഗമുണ്ട്. वैसा एक वाक्य लिखा है कि जो एशाय का जो जो जड़ जो थी, സാക്ഷാൽ കൊടി നസറേയനായ യേശുവാണ്. वो वास्तव में यीशु ही है। അവരെന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. वो मुझे मैं खाने में ले गया, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹം ആയിരുന്നു. और जो प्रेम का जो ध्वजा थी वो फहरा रहे। ഈ പ്രഭാഷണത്തിന് വിരാമം കുറിക്കുമ്പോൾ मैं यहाँ पर अब रोकना चाहता हूँ। ഒരൊറ്റ ആശയം നമ്മുടെ ഹൃദയത്തിനകത്ത് കിടന്ന് ചൂടുപിടിക്കണം. एक ही विचार आपके मन को तड़पाने पाए। കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കണം. वास्तव में प्रभु से प्रेम कर, അധരം കൊണ്ടല്ല, ओंठों से नहीं, ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട്, दिल के गहराई, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് दिल की गहराई से उससे प्रेम करें। അല്പം കൂടി ലളിതമായിട്ട് പറയാം. और भी सरलता से कहूं, നിന്റെ ബൈബിൾ തുറന്നാൽ കണ്ണുനീര് വീഴാതെ അത് അടയത്തില്ലായിരുന്നു. तुम आप जब वचन खोलते हो आंसुओं के बिना उसको बंद ना होने दें। ദൈവശബ്ദം കേൾക്കാതെ വീടിന്റെ പടിക്കെട്ടിറങ്ങത്തില്ലായിരുന്നു. प्रभु की आवाज को सुने बिना बाहर नहीं निकलना। എന്തിനും ഏതിനും കർത്താവായിരുന്നു. जो भी हो, അറിയാമായിരുന്നു. ഒരു ചെറിയ നോട്ടം അങ്ങോട്ട് നോക്കിയാൽ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ മനസ്സ് സെൻസിറ്റീവ്, എനിക്ക് അറിയാമായിരുന്നു. तुम अगर प्रभु की नजर तुम पर पड़ेगी तो तुम्हारे आंसू बहेंगे। അതെല്ലാം നഷ്ടപ്പെട്ടു പോയോ? क्या वो सब नष्ट हो गया? മടങ്ങി വരാനുള്ള സമയമാണ്. पलटने का समय है। കർത്താവിന്റെ പാദാന്തികത്തിൽ അടുത്തു വരാനുള്ള സമയമാണ്. प्रभु के चरणों पर आने का समय हो गया। പകർന്ന തൈലം പോലെ അവന്റെ നാമത്തിന്റെ ശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. इत्र के समान फैलने वाला वो नाम शक्ति हमारे बीच में है। അമേൻ. കാൽവരിയുടെ ചുവട്ടിൽ അമേൻ പൊട്ടി പുറപ്പെടുന്ന ഒരു സ്നേഹ നദി ഇന്ന് പകൽക്കാലം KVCM ഹാളിന്റെ നടുവിലൂടെ അമേൻ പായുന്നുണ്ട്. वो कलवरी क्रूज से बहने वाली वो प्रेम की नदी हमारे बीच में से बह रही है। ആ സ്നേഹ നദിയിൽ ഇറങ്ങി ആറാടി उस प्रेम की नदी में डूब जाएं। ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടുകൊള്ളുക. उसके उन घायल യഹോശാഫാത്തിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, यहोशाफात को, നീ യഹോവയെ പകയ്ക്കുന്നവരെ സ്നേഹിക്കുന്നു, तू क्या यहोवा से दुश्मनी करने वालों से प्रेम ദൈവത്തിന്റെ करता है? കോപം നിന്റെ മേൽ വീണിരിക്കുന്നു. परमेश्वर का क्रोध तुम्हारे യഹോവയെ ऊपर है। പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു, जो परमेश्वर से घृणा करते हैं उनसे तू कैसे प्रेम करता है? ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വീണിരിക്കുന്നു. परमेश्वर का क्रोध तुम पर आ चुका है। മടങ്ങി വരിക, लौट करके आओ। ദൈവകൃപയിലേക്ക് വരിക. प्रभु के अनुग्रह യിരെമ്യാ പ്രവചനം 2:3 രേഖപ്പെടുത്തുന്നു, 2:3 में लिखा है, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തിൽ, ऐसे निर्जन प्रदेश में, നിന്റെ യൗവനകാലത്തിൽ എന്നെ അനുഗമിച്ചു നടന്ന കാലത്തിൽ तुम ऐसे समय में जब तुम अपनी जवानी में എന്നോടുണ്ടായിരുന്ന चलते थे, ഭക്തിയും സ്നേഹവും ഞാൻ ഓർക്കുന്നു. तुम्हारे प्रेम और भक्ति को मैं याद करता हूँ। ഇസ്രായേലിന്റെ വിളവിന്റെ ആദ്യ ഫലം, या इस्राएल का पहला फल, അവരെ തിന്നുകളയുന്നവനൊക്കെയും കുറ്റം അനുഭവിക്കും. जो कोई उसको खाता है वो नष्ट होंगे। ഇസ്രായേലിന്റെ വിളവിന്റെ ആദ്യ ഫലം, इस्राएल के पहला संतान അവനെ തിന്നുകളയുന്നവനോട് കണക്ക് ചോദിക്കും. ऐसे पहले फल को नष्ट करने वाले से നിന്നെ परमेश्वर, ദൈവസ്നേഹത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നത് സഭയോ സംഘടനയോ ഭാര്യയോ മക്കളോ എന്തുമാകട്ടെ, ദൈവത്തിന്റെ ക്രോധം അതിന്റെ മേൽ വീഴും. നീ ദൈവത്തിന്റെ ആദ്യ ഫലമാണ്. तुम परमेश्वर के फल हो। कोई भी संसार हो, परिवार हो, पत्नी हो, बच्चे हो, तुमको उसके प्रेम से ഗൗരവത്തോടെ ഈ ദൂത് ഏറ്റെടുത്തുകൊള്ളുക. आप इस संदेश को अब ग्रहण कर लो। വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, प्रकाशित वाक्य ആദ്യ ऐसा സ്നേഹം पढ़ते हैं। വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം, കുറവെന്നല്ല കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. पहला प्रेम तुमने छोड़ दिया, ये तुम्हारे लिए एक न्याय है। 1 തെസ്സലോനിക്കർ 1:3 നിങ്ങളുടെ സ്നേഹത്തിന്റെ പ്രയത്നം
पहला थिस्सलुनीके 1:3 കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ക്രൂശിനെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞ് അവസാനം 16-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു. और पहला कुरिन्थियों 16:22 में प्रेम के बारे में, क्रूस के बारे में सब कुछ कहने के बाद उसने कहा, എന്റെ കർത്താവിനെ സ്നേഹിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവൻ. जो मुझसे प्रभु से प्रेम नहीं करते वे सब श्रापित हैं. വിശ്വാസിയുടെ കാര്യം ഒന്നും പറയുന്നില്ല. എന്റെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ, जो विश्वासियों से कहता है जो प्रभु से प्रेम नहीं करते, പ്രസംഗിച്ചോ പാടിയോ സ്വോത്രക്കാഴ്ച ഇട്ടെന്നുള്ള സെക്കൻഡറിയാ. वो बात नहीं है कि जो आपने प्रचार किया होगा, गाना भी गाया हो, दान भी എന്റെ दिया हो. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. जो प्रभु से प्रेम नहीं करते वो श्रापित. കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ हम प्रभु से गहरा प्रेम करें. സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. തലകളെ വണക്കാം. ഒരു നിമിഷം തലകളെ വണക്കാം. स्वर्ग का परमेश्वर हमारी मदद करे. अपने കണ്ണുകളെ सिरों को അടയ്ക്കാം. झुकाएं, आंखों को बंद करें. സ്തോത്രം. ശാന്തമായ ചില നിമിഷങ്ങൾ एक ऐसा समय हम शांति के साथ बैठ जाएं. എന്നോട് പിന്നെയും വാദിക്കുന്ന വേദഭാഗം यही बात बार बार मेरे मन में भी आ रही है. നിങ്ങളോട് ഇന്ന് പകൽ പിന്നെയും സംസാരിക്കുന്നു. आपसे भी ये विचार आ रहे हैं. കാഷ്വൽ ആയിട്ടുള്ള പോക്കിൽ വേണമെങ്കിൽ മുന്നോട്ട് പോകാം. आप यूं ही सरलता से आगे बढ़ सकते हैं, എന്നാൽ ദൈവത്തിന്റെ പാദാന്തികത്തിൽ വിനയപ്പെട്ട് लेकिन प्रभु के चरणों में विनम्रता के साथ കർത്താവേ നിന്നെ ആഴത്തിൽ സ്നേഹിക്കാനുള്ള ദൈവകൃപ प्रभु का प्रेम से गहरा प्रेम करने के लिए ഞങ്ങൾക്ക് നൽകണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. हम प्रार्थना करें. प्रभु, ഞാൻ ഇന്ന് രാവിലെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു, आज सवेरे जब मैं वचन पढ़ रहा था, 25 വർഷങ്ങൾക്ക് പുറകിൽ 25 साल पहले മിഷനിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സമയം, या मिशन से आने शामिल होने से पहले അന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കാൻ കടന്നു പോകുമായിരുന്നു. कई जगह सुसमाचार सुनाने പഴയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. एक साइकिल थी. പല സ്ഥലങ്ങളിലും രാത്രി പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് कई जगह पूरी रात जागृति के साथ ഉപവാസത്തോടെ കടന്നു പോകും. उपवास के लिए जाते थे. കുറെ ദൂരം സൈക്കിൾ കൊണ്ട് വെക്കും. कुछ समय साइकिल लेकर പിന്നെ ബസ് കയറി പോകും. बस को लेकर के വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ യോഗം കഴിഞ്ഞ് പിന്നെയും വന്ന് ബസ് ഇറങ്ങും. और फिर से 3-4 बजे बस में फिर पकड़ते हैं. പിന്നെ ഒരു കുത്ത് കയറ്റമാണ്. സൈക്കിൾ ചവിട്ടിക്കയറ്റാനുള്ള ആരോഗ്യം അന്നില്ല. साइकिल फिर से हम लेकर के ऊंचे पर चढ़ते हैं ഈ സൈക്കിൾ ഉന്തിക്കയറ്റി ആ കയറ്റം കയറി പോകുമ്പോൾ और ये बड़ी चढ़ाई को चढ़ते हैं साइकिल लेकर के. രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരിക്കും. दोनों आंखों से आंसू बहते थे. ക്ഷീണം കൊണ്ടല്ല, थकावट के कारण नहीं, സൈക്കിൾ ആയതുകൊണ്ടുമല്ല, साइकिल थी इसलिए भी नहीं, കർത്താവിനോടുള്ള സ്നേഹമാണ്. प्रभु का प्रेम था. ഇന്ന് വർഷം 25 പിന്നിടുമ്പോൾ आज 25 साल बीतने के बाद ഇന്നും ആ കണ്ണുനീര് പോകാതെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം. वो आंसू आज भी हैं, इसलिए मैं प्रभु को धन्यवाद देता हूँ. ദൈവത്തിന് സ്തോത്രം. प्रभु के नाम की महिमा हो. നമ്മളൊരു പഴയ പാട്ടിന് ചില വരികൾ പാടുന്നു. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നു, हमें इस पुराने തൻ गीत को, സ്നേഹമാധുര്യം उसका प्रेम की खूबसूरती. ചിന്താതീതമത്തിൽ. हालेलुया. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ശാന്തമായി എഴുന്നേറ്റ് നിൽക്കാം. हम अपने अपने स्थान पर ഹല്ലേലൂയ. शांति से അവസാനത്തെ खड़े हो 3 സ്റ്റാൻസ, അവസാനത്തെ 3 जाएं. अंतिम 3 സ്റ്റാൻസ. स्टैंजा हम मिल करके. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവത്തോട് സംസാരിക്കുന്ന हालेलुया. കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന आमीन. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാ സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോ. സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോ. ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപമേ, അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപമേ, അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ,
കല്യാണ നാളതിൽ കർത്താവം കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ കാന്തയം തന്മുന്നിൽ എന്നെയും നിർത്തുവാ കാന്തയം തന്മുന്നിൽ എന്നെയും നിർത്തുവാ ഘോരമപാടുകൾ ക്രൂരയൂതരാ ഘോരമപാടുകൾ ക്രൂരയൂതരാ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തസ്നേഹമാധുര്യം ചിന്താതീതമത്രേ തസ്നേഹമാധുര്യം ചിന്താതീതമത്രേ വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വിണ്ഡൂതർക്കും പാടാം അസാധ്യമേ അത് വിണ്ഡൂതർക്കും പാടാം അസാധ്യമേ അത് കാൽവരിഗിരിയിൽ കാൽവരം തുണച്ച കാൽവരിഗിരിയിൽ കാൽവരം തുണച്ച കുഞ്ഞാട പ്രിയമിൽ സ്നേഹമെൻ ഗാനമേ കുഞ്ഞാട പ്രിയമിൽ സ്നേഹമെൻ ഗാനമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ ആയതിൻ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ ആയതിൻ ജ്ഞാനമേ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ